പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സരസ്വതി. ഞാൻ കണ്ണൂർ ജില്ല ഇരിട്ടിയിൽ മണിക്കടവെന്ന് വരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നത് എനിക്കൊരു ഭവനത്തിന് വേണ്ടിയാണ്. 30 വർഷമായിട്ട് ഒരു വീടില്ലാത്ത വേദന അനുഭവിക്കുന്ന എനിക്ക് ഈ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 2022 ഒക്ടോബർ 24 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഉപ്പ് കൊണ്ടുപോയി. ഞാൻ എൻ്റെ ഉള്ള പറമ്പ് 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അവിടെ ഞാൻ ഉപ്പ് വെതറി ഞാൻ പ്രാർത്ഥിച്ചു. പഞ്ചായത്തിൽ അപേക്ഷ വെച്ചായിരുന്നു, പക്ഷേ വീടൊന്നും കിട്ടിയില്ല. അങ്ങനെ 2022 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത പിന്നെ എനിക്ക് ഞാൻ 23 ജനുവരി 26 ഞാൻ പുതുക്കി പോയപ്പോൾ അമ്മ മാതാവ് തിരുകുമാരനെ തന്നെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. പക്ഷേ ആ സ്വരം കേട്ടെങ്കിലും എനിക്കത് മനസ്സിലായില്ല. അമ്മ മാതാവിൻ്റെ സ്വരം കേൾക്കുന്നു, അമ്മ കൂടെ വരുന്നു എന്ന് എല്ലാവരും ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി സാക്ഷ്യത്തിൽ അമ്മേൻ്റെ അടയാളം കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ വന്നത് എൻ്റെ ഈശോ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ എനിക്ക് 3 ഡേറ്റ് എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് ഡേറ്റിനെ പറ്റി ഇവിടുന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ എന്നും ഇങ്ങനെ ഓരോ കണക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛൻ പറയുന്നത് എന്നും ഞാൻ കേൾക്കും. പക്ഷേ എനിക്കതൊന്നും ഡേറ്റിട്ട് പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. അച്ഛൻ്റെ ഒരൊറ്റ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ഉപേക്ഷിക്കില്ല. ഞാനിവിടെ വരുന്നതിന് മുന്നേ എനിക്ക് കൃപാസനമായിട്ട് ഒരുപാട് ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനയിലെ കൂടി എനിക്കുണ്ട്. ഞാൻ എന്നും യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം എല്ലാ ദിവസവും 5:30 ഞാനത് കേൾക്കും. അത് എല്ലാ ദിവസവും ഉള്ള ശീലമാണ്. അതേപോലെ ജനുവരി 26 പുതുക്കിയ മുതൽ എനിക്ക് ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റി. ഏപ്രിൽ 1 3 തവണ എന്നോട് പറഞ്ഞു. അതെന്നാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ അതും എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ടീച്ചറാണ്, അവരോട് ഞാൻ ചോദിച്ചു, ഏപ്രിൽ 1 ഞാനൊരു ഹിന്ദുവാണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഈശോനെയും അമ്മേനെയും അറിയാമെന്നല്ലാതെ ബൈബിളിൻ്റെ വചനം വായിക്കാനും പറയാനും അല്ലാതെ എനിക്ക് അതിൻ്റെ പൊരുളൊന്നും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഓരോ ദിവസവും വചനം എടുക്കുമ്പോൾ എനിക്ക് നല്ല നല്ല വചനം കിട്ടും. ആ വചനം ഞാൻ പോയിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ടീച്ചറോട് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് പറയടി, എൻ്റെ കാര്യം കുറുകി പോയിട്ടില്ല, നീ വിശ്വസിക്ക്, നിനക്ക് മുന്നേ ഞാൻ നടക്കും. ഇതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന ഓരോ ദിവസത്തെ വചനവും. അപ്പോൾ എനിക്ക് ഏപ്രിൽ 1 ഡേറ്റ് തന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, ഇതെന്നാന്ന് എനിക്കറിയാമായിരുന്നു. അതൊരു നുണ പറയുന്ന ദിവസമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഏപ്രിൽ 1 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നോട് ഈശോ അത് പറഞ്ഞെങ്കിലും ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഈ നുണ പറയുന്ന ദിവസം പറഞ്ഞ് എന്നെ പറ്റിക്കുന്ന എന്തിനാന്ന് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു. മാർച്ച് 28 വീണ്ടും എൻ്റെ പേര് വിളിച്ച് എന്നോട് ഈശോ എനിക്കൊരു ഡേറ്റ് തന്നു. മെയ് 23 എനിക്ക് തന്ന ഡേറ്റ്. ആ ഡേറ്റ് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ 23 എന്നായിരിക്കും എന്ന് അറിഞ്ഞ് ഞാൻ പോയി ചോദിച്ചപ്പോൾ എന്നോട് അവർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, വീട് കരാറ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മേസ്ത്രിമാർക്ക് ഞാൻ വീട് കരാറ് കൊടുത്തു. ഞാനും എൻ്റെ ഭർത്താവ് അവരെ വിളിച്ച് കരാറ് കൊടുത്തു. അവർ 1200 കോർപ്പറേറ്റിൻ്റെ വീടിന് അവർ 10 ലക്ഷം രൂപ പറഞ്ഞു. 10 ലക്ഷം രൂപ പോയിട്ട് 50,000 രൂപ നോട്ട് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത എനിക്ക് ഈ 10 ലക്ഷം രൂപ ഞാൻ എവിടുന്ന് ഉണ്ടാക്കുക? ഞാൻ തിരി കത്തിച്ച് വെച്ച് മുട്ടയിലിരുന്ന് കൈ വിരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് കൊന്തയെല്ലാം ഇഷ്ടമാണ്. ഒരു ദിവസം രാവിലെ 3 കൊന്ത ഞാൻ ചൊല്ലും, വൈകുന്നേരം ഞാൻ 3 കൊന്ത ചൊല്ലും. അതൊരിക്കലും ഞാൻ മുടക്കലില്ല. ഇന്നും ആ 3 കൊന്ത ചൊല്ലിയിട്ടാണ് ഞാൻ ഇടം വരെ വന്നേക്കുന്നത്. ഇത്രയും ദൂരെയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. 3 ദിവസം വേണം ഇവിടെ വന്ന് ഞങ്ങൾക്കൊന്ന് തിരിച്ചു പോകാൻ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും കുർബാന കൂടാനോ പ്രാർത്ഥിക്കാനോ പറ്റിയിട്ടില്ല. ഇന്ന് അച്ഛൻ്റെ കുർബാന കൂടാൻ പറ്റി. ഞാൻ 3ാമത്തെ തവണയാണ് എൻ്റെ ഉടമ്പടി പുതുക്കിയത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ കുറ്റി ഞാൻ ഈശോ പറഞ്ഞ അതേ ഡേറ്റ് ഞാൻ വീടിന് കുറ്റിയിട്ടു. ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും എൻ്റെ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ വന്നതാണ്. കൗൺസിലിങ്ങിന് കയറിയപ്പോൾ എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു, പാല് കാച്ചിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി, പണി പൂർത്തിയായിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറയാൻ വിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അച്ഛൻ എന്നും പറയായിരുന്നു, നമുക്ക് ദൈവം ചെറുതാണേലും വലുതാണേലും നമുക്ക് തരുന്ന കാര്യങ്ങൾ നമ്മൾ കോടിക്കണക്കിന് ആളോട് വിളിച്ച് പറയണത്. ഞാനൊരു ദിവസം നേരെപ്പോഴത്തെ ഒരു 15 ആളോടെങ്കിലും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി ഞാൻ പറയും. ഒത്തിരി ആളത് വിശ്വസിച്ചിട്ടുമുണ്ട്. എല്ലാവരും പറയും നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനും അറിയാം. അതേപോലെ ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയി ഒരു 10 വർഷമായിട്ടൊരു കുഞ്ഞില്ലാത്തൊരു മകളെ അമ്മ എന്നോട് കരഞ്ഞ് പറഞ്ഞു, നിൻ്റെ ഉടമ്പടി പത്രികയിൽ എൻ്റെ മോളെ പേര് എഴുതടി എന്ന് പറഞ്ഞു. അത് ഞാൻ ചേർത്തായിരുന്നു. അതിവിടെ അച്ഛനോട് പറയാൻ ഞാൻ വിട്ടുപോയിന് തിരക്കായതുകൊണ്ട്. അപ്പോൾ ആ മോക്കൊരു കുഞ്ഞായി. മിഞ്ഞാന്ന് ആ കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ അതൊരു സാക്ഷിയാണ്. പിന്നെ വേറെ ഒന്നൊരു 10-11 വർഷമായിട്ട് ഒരു മദ്യപാനി രോഗിയായിരുന്നു. ഞാനെടുത്ത് കൊണ്ടുപോയി ഉപ്പും തൈലവും ഞാൻ കൊടുത്തായിരുന്നു. അവരത് ഉപയോഗിച്ചു. അയാളെ മദ്യപാനം മാറി. 6 വർഷം ഇപ്പോൾ 6-7 വർഷം മദ്യം കഴിച്ച അയാളിപ്പോൾ 1-1.5 വർഷമായിട്ട് അയാൾ മദ്യം കഴിക്കുന്നില്ല. അങ്ങനെ എൻ്റെ ഇവിടുത്തെ ഉടമ്പടിയിലെ പ്രാർത്ഥനയിൽ എനിക്ക് കിട്ടിയ ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മരണം ഉള്ളിടത്തോളം കാലം അമ്മ മാതാവിൻ്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ.
വീട് മൊത്ത പണിയും പൂർത്തിയായി. ഒരു ചെറിയ വീടൊന്നുമല്ല. ഞാൻ എൻ്റെ അമ്മാതാവോട് കരഞ്ഞ് ചോദിച്ചത്, എനിക്ക് ചോരാണ്ട് കിടക്കാൻ ഒറ്റൊരു റൂമാണ്. എനിക്ക് സഹനം കിട്ടിയത് എനിക്ക് പലരും അതെങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് 20 സെൻറ്റ് സ്ഥലമാണ്. അതിൽ 5 സെൻറ്റ് സ്ഥലം വെച്ചിട്ട് 2.5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ബാങ്കുകളിൽ 2-3 ചിട്ടി കൂടി. എങ്ങനെയാണെങ്കിലും ഒരു 10 ലക്ഷം രൂപേൻ്റെ കണക്ക് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ബാക്കി ഓരോ ദിവസവും ഓരോ വചനം കേൾക്കുമ്പോഴും അച്ഛൻ്റെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലും ഓരോ മുഖം എനിക്കിങ്ങനെ ദൈവം ഇങ്ങനെ തെളിയിച്ച് തരും. ഇന്നയാളോട് ചോദിച്ചോളാൻ പറയും. ചോദിക്കുന്നയാൾ മുഴുവനും തന്ന് ഒത്തിരി ആൾ സഹായം എനിക്ക് സഹായിച്ചു. ഒരുപാട് കടങ്ങളെല്ലാം കൊടുക്കാനുണ്ടെങ്കിലും അതെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള ഭാഗം എനിക്ക് എൻ്റെ അമ്മ മാതാവ് തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇത്രയും എല്ലാം ഇങ്ങനെ. പിന്നെ പത്രം കൊടുക്കുന്ന കാര്യമാണ്. എനിക്ക് പത്രം കൊടുക്കുന്നതിൽ എനിക്ക് ഒരു മടിയില്ല. ഞാൻ ഓരോ മാസം ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്കൊന്നും അറിയാത്ത ഞാൻ 3 കെട്ട് പത്രം വാങ്ങി ഞാൻ പോയി. രണ്ടാമതും ഞാൻ 3 കെട്ട് വാങ്ങി. മൂന്നാമത് പുതുക്കുമ്പോഴും ഞാൻ 3 കെട്ട് പത്രം വാങ്ങി ഞാൻ കൊണ്ടുപോയി. രാവിലെ ഇവിടുന്ന് രാത്രിക്ക് പോയാൽ നാളെ രാവിലെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ എത്തുള്ളൂ. വീട്ടിൽ പോയി കുളിച്ച് നല്ല വൃത്തിയായി ഒരൊറ്റ ഗ്ലാസ് ചായയും കുടിച്ച് ഞാൻ ആ പത്രക്കെട്ട് മൊത്തം എടുത്ത് കൈമ പിടിച്ച് ഞാൻ പോകും. ഞാൻ ആ പത്രം മുഴുവൻ തീരുന്നവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. അന്നത്തെ ദിവസമാണ് എൻ്റെ ഉപവാസം. അതാണ് എൻ്റെ ഉപവാസം. ഞാൻ അങ്ങനെയാണ് ഉപവസിക്കുന്നത്. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയോ അല്ല ബുധനാഴ്ചയോ ഞാൻ അമ്മ മാതാവിൻ്റെ ദിവസമാണ് ഞാൻ വിശ്വസിച്ച് ഞാൻ ഉപവസിക്കും. അതേപോലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ഒരുപാടൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഞാനൊരു 10 പൊതി കെട്ടി ഞാനൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തിന്. ഇത്രയും അനുഗ്രഹം ഇതെല്ലാം ചെയ്യാനും ഈ പുണ്യഭൂമിയിൽ കാലുകുത്താനും അമ്മ മാതാവിന് എനിക്ക് ഈടെ എത്തിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. കണ്ണൂരിൽ നിന്നും സരസ്വതി എന്ന് പറയുന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തെ പരിശുദ്ധമ്മയുടെ തിരുസന്നിധിയിൽ ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും സമർപ്പിച്ച് അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മ പറയുന്ന ജീവിതത്തിൻ്റെ ഉടമ്പടി എത്രത്തോളം ആ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 3 ദിവസത്തെ യാത്രയാണ് ഉടമ്പടി എടുത്ത നാൾ മുതൽ കൃപാസനം വരെ വന്ന് തിരികെ വീടെത്തുന്നത് വരെ. അതുപോലെ തന്നെ തിരികെ എത്തിയാലും ഒരു ദിവസം മുഴുവനും ഇവിടുന്ന് കൊണ്ടുപോകുന്ന കൃപാസനം പത്രിക ഉപവാസമെടുത്ത് എല്ലാ ഇടങ്ങളിലും കൊടുക്കുവാനുള്ള വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. പിന്നെ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒരു ഭവനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം വയ്ക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, 50,000 രൂപ പോലും ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ആകെയുള്ള ശരണം ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മ എന്നെ കൈവിടാതെ എന്നെ സഹായിക്കുമെന്നാണ്. എളിയവരുടെ പ്രാർത്ഥന കേൾക്കും, അവരുടെ കണ്ണീര് അവിടുന്ന് തുടയ്ക്കും എന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ അമ്മ പറയുന്നുണ്ട്, 2 തീയതികൾ അമ്മയുടെ ചെവിയിലേക്ക് ദൈവസ്വരമായി എത്തുന്നുണ്ട്. ഏപ്രിൽ 1 എന്ന സ്വരം ആവർത്തിച്ച് പറയുമ്പോൾ എന്നെ പറ്റിക്കുവാണോ എന്ന് സംശയിച്ചതിനെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വീണ്ടും മെയ് മാസത്തെ 23 ഇതുപോലെ തീയതി ഉള്ളിൽ വരുമ്പോൾ വീടിന് തറക്കല്ലിട്ട് പണി തുടങ്ങുവാനുള്ള തീരുമാനത്തിലേക്ക് അമ്മ എത്തിച്ചേരുകയും അത് കയ്യിൽ പണമൊന്നുമില്ലാത്തപ്പോഴും വീട് പണിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത 1 പരിശുദ്ധ അമ്മയിലുള്ള പൂർണ്ണമായ ശരണപ്പെടലാണ്. 2 ഒരു അക്രൈസ്തവ സഹോദരിയാണെങ്കിലും നല്ല വിശ്വാസത്തോടു കൂടി വചനം വായിക്കുവാനും ജപമാല ചൊല്ലുവാനും പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും ഉപവസിക്കുവാനും ഈ സഹോദരി കാണിച്ചിരുന്ന കണിശതയാണ്. 3 എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന പ്രത്യാശയോടുകൂടി ഒന്നുമില്ലായ്മയിലും ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും എനിക്കാവശ്യമുള്ളത് ലഭിക്കുമെന്ന പ്രത്യാശയോടെ ജീവിക്കുവാൻ കാണിക്കുന്ന ധൈര്യമാണ്. ഇത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് പകർത്തേണ്ട പുണ്യങ്ങളാണ്. നമ്മൾ ഉടമ്പടിയിൽ എന്താണോ ദൈവസന്നിധിയിൽ വാക്കു കൊടുക്കുക അത് വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള ധൈര്യം കാണിക്കണം. ഇപ്പോൾ എത്ര കണ്ട് നിരാശപ്പെട്ടതാവട്ടെ, എത്ര കണ്ട് പ്രതികൂലമാവട്ടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ അമ്മ തക്ക സമയത്ത് എനിക്ക് വേണ്ടി തിരുക്കുമാരനോട് പറയുകയും എൻ്റെ ജീവിതത്തെ ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റുമെന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ നമ്മൾ തീരുമാനിക്കണം. നമുക്കത് അനുഗ്രഹമായി തീരുമെന്ന് ഈ സഹോദരി
ലോകസമക്ഷം ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തെ കരഘോഷത്തോടു കൂടി നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പവിത്രമായ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ ലഭിച്ചതിന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മയാണ്. എനിക്കും എൻ്റെ അമ്മയ്ക്കും ലഭിച്ച രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ സന്നിധിയിൽ വന്നിരിക്കുന്നത്. 2023 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഈ കൃപാസനത്തിലെത്തി ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ സാഹചര്യം ഞാൻ പറയാം. വളരെ നോർമലായി പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫായിരുന്നു എൻ്റേത്. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് പെട്ടെന്നൊരു ദിവസം എനിക്കൊരു വയറുവേദന ഉണ്ടാകുന്നത്. വയറുവേദന ഇങ്ങനെ മാറാതെ വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. കീഹോൾ സർജറിയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്തു. സർജറിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഡിസ്ചാർജ് ആകുന്ന ദിവസം ഞാനോ എൻ്റെ വീട്ടുകാരോ ആ ഡോക്ടർമാർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ബയോപ്സി റിസൾട്ട് പോസിറ്റീവായിരുന്നു. ഞങ്ങൾ ആകെ തകർന്നു പോയൊരവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഒരുപാട് വിഷമിച്ചു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സ് എന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തത്. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലെത്തി. അവിടുത്തെ ഡോക്ടേഴ്സിനെ ഇതെല്ലാം കാണിച്ചു, ഈ റിപ്പോർട്ടൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഈ ബയോപ്സി റീടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യണം, എന്നാലേ ഞങ്ങൾക്കൊരു തീരുമാനം പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി റീടെസ്റ്റിന് കൊടുത്തു. എല്ലാ ബ്ലഡും ടെസ്റ്റ് ചെയ്തു. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇതിൻ്റെ എല്ലാ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരു മെഡിക്കൽ ബോർഡിൻ്റെ മീറ്റിംഗ് ഉണ്ട്, അതിന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും ചേട്ടനും കൂടെ മീറ്റിങ്ങിനവിടെ ചെന്നു. അപ്പം കുറേ അധികം ഡോക്ടേഴ്സ് മീറ്റിങ്ങിലിരിക്കുകയാണ്. ഞങ്ങൾ ആ റൂമിൽ കയറി ചെന്നിട്ട് അവിടുത്തെ ആ മെയിൻ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞു കുട്ടിയുടെ കാര്യം കുറച്ച് റിസ്ക്കാണ്. കുട്ടിയുടെ ലെഫ്റ്റ് ഓവറിയിൽ ക്യാൻസറാണ്. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. കുട്ടി അൺമാരീഡ് ആണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ പേഷ്യൻറ്റിൻ്റെയും ജീവനാലും വലുത്. അതുകൊണ്ട് മോളുടെ 2 ഓവറിയും യൂട്രസും റിമൂവ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു. ഇതിന് സമ്മതമാണെങ്കിൽ സർജറി പ്രൊസീഡ് ചെയ്യാം, സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ഡോക്ടറിനോട് പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. എന്നിട്ട് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലിങ്ങ് പോന്നു. ആ ഒരു സമയത്താണ് വേറൊരു കാര്യം കൂടെ നടക്കുന്നത്. ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഒരു 15 വർഷം മുന്നേ പീരീഡ്സൊക്കെ നിന്നതാണ്. അപ്പം പെട്ടെന്ന് എനിക്ക് വയ്യാതിരിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് അമ്മയ്ക്ക് പീരീഡ്സ് ഉണ്ടായി. അപ്പോൾ എല്ലാവരും അങ്ങ് പേടിച്ചു പോയി. അപ്പോൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മയ്ക്ക് ആദ്യം DNC ചെയ്തു, അൾട്രാസൗണ്ട് ചെയ്തു, MRI ചെയ്തു. ഇതിൻ്റെ എല്ലാം റിസൾട്ട് കിട്ടിയപ്പം ആ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു അമ്മയുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേഷനാണ്, എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് യൂട്രസിൻ്റെ സർജറി നടത്തണം, ഇത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യണം, വേറൊരു നിവൃത്തിയില്ല. അപ്പം ഞങ്ങൾ അന്ന് അമ്മയ്ക്ക് സർജറി ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു. അപ്പം എൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഇല്ലാതെ ഇരിക്കുന്നത്. കാരണം ഞാൻ സർജറിക്ക് ഞാൻ സമ്മതിക്കത്തില്ല. ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം തീർന്ന് എനിക്കിനി വേറൊരു ലൈഫ് ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു എന്നാൽ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം, വേറൊരു ഹോസ്പിറ്റലിലും കൂടെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയത്ത് തന്നെയുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് കാണിച്ചു. അപ്പം ഞാൻ വളരെ പ്രതീക്ഷയോടെയൊക്കെയാണ് പോകുന്നത്. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലൊന്നും അല്ലല്ലോ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാകുമ്പം അവരിങ്ങനെയൊന്നും സംസാരിക്കില്ല, എന്തെങ്കിലും പ്രതീക്ഷ കാണും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയതാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ റിപ്പോർട്ടെല്ലാം ആ ഡോക്ടറിനെ കാണിച്ചു. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് വളരെ ഗൗരവത്തിൽ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞത് വളരെ ശരിയാണ്,
മോളുടെ 2 ഓവറിയും യൂട്രസും റിമൂവ് ചെയ്തേ പറ്റൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല, ഐ ആം സോറി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ വേറൊരു വഴിയില്ലേന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ മാത്രമേ പ്രശ്നമുള്ളല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ റൈറ്റ് ഓവറിയും യൂട്രസും എല്ലാം റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, എനിക്ക് ആദ്യം ചെയ്തത് കീഹോൾ സർജറിയാണ്. ഓപ്പൺ സർജറി ആയിരുന്നെങ്കിൽ ഈ സിസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ കീഹോൾ സർജറി ആകുമ്പോൾ ഇത് കുത്തിപ്പൊട്ടിച്ചാണ് എടുക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും ഈ അസുഖം മറ്റേ ഓവറിയിലും യൂട്രസിലും ശരീരത്തിന് വേറെ അവയവങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇതൊക്കെ ഊഹമല്ലേ, അല്ലാതെ അങ്ങനെ ആകണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ 100% ഉറപ്പാണ് ഇത് സ്പ്രെഡായി കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ, അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഇത് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ നമുക്ക് പെറ്റ് സ്കാൻ ചെയ്ത് നോക്കാം, ആ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, മോളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പെറ്റ് സ്കാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പെറ്റ് സ്കാനിൻ്റെ ഡേറ്റ് എടുത്തു. ഇനി ഒരു 4 ദിവസം കൂടെ ഉള്ളു പെറ്റ് സ്കാനിന്. ഞാൻ വീട്ടിൽ പോന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു മരണവീടിന് തുല്യമാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് വയ്യ, എനിക്ക് വയ്യ, ഞങ്ങളാരും ഒന്നും പരസ്പരം സംസാരിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, കരച്ചിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു, മോനെ ചേർത്തലയിൽ കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, മാതാവിൻ്റെ പള്ളിയാണ്, അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ ചെല്ലുന്നവർക്കെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്, നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും അച്ഛനും കൂടെ പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിലെത്തി. ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഞാൻ ആദ്യം അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ പ്രശ്നമാണെന്ന് ഡോക്ടർമാർ പറയുന്നു, അമ്മയുടെ ജീവന് തന്നെ ആപത്താണെന്നാണ് പറയുന്നത്, ഒരു കുഴപ്പവും ഉണ്ടാവരുത്, അമ്മയുടെ സർജറി ഭംഗിയായിട്ട് നടക്കണം, അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാകാതെ അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ റൈറ്റ് ഓവറിക്കോ യൂട്രസിനോ ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങൾക്കോ ഒരു കുഴപ്പം ഉണ്ടാകാതെ അമ്മ എന്നെ രക്ഷിക്കണം, ഇനി കൃപാസന മാതാവല്ലാതെ വേറെ ആരും എനിക്കില്ല, അമ്മ എന്നെ രക്ഷിക്കണം, എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തരണം എന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാണാനുള്ള ഭാഗ്യം എനിക്കും അമ്മയ്ക്കും കിട്ടി. അച്ഛൻ ഞങ്ങൾ 2 പേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എന്നോട് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ഇനി ഒരു 4 ദിവസം കൂടെ ഉള്ളു പെറ്റ് സ്കാനുള്ളൂ. പിറ്റേ ദിവസം തന്നെ ഞാനും അമ്മയും കൂടെ, എനിക്കും അമ്മയ്ക്കും തീരെ വയ്യ, എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കിട്ടിയ പത്രം എല്ലായിടത്തും കൊണ്ട് കൊടുത്ത്, ചോറുപതി ഉണ്ടാക്കി ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ട് കൊടുത്ത്, രാവും പകലും ഇല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ച്, കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ. എന്നിട്ട് പെറ്റ് സ്കാനിൻ്റെ ഡേറ്റ് ആയി. അപ്പം ഞാൻ വിശുദ്ധ തൈലം നെറ്റിയിലും വയറിലും ഒക്കെ കുരിശ് വരച്ച്, പിന്നെ ഉപ്പ് കഴിച്ച്, ഉടമ്പടി കാശ് രൂപമൊക്കെ കൈ പിടിച്ച് ഞാൻ പെറ്റ് സ്കാന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്കാനിങ്ങും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകളും ഉണ്ട്. ആ മെഡിക്കൽ കോളേജിൽ ചെയ്ത അതേ ബ്ലഡ് ടെസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് എൻ്റെ റിപ്പോർട്ട് കിട്ടി. അപ്പം ഞാൻ പെറ്റ് സ്കാൻ തുറന്ന് നോക്കുന്നില്ല. ഞാൻ ആദ്യം ബ്ലഡ് ടെസ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം മെഡിക്കൽ കോളേജിൽ വെച്ച് എൻ്റെ CA 125 അവർ ചെയ്തതാണ്, അതിൻ്റെ നോർമൽ വാല്യൂ 35. എനിക്കന്ന് അവിടെ വെച്ച് 56 ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 4 ദിവസത്തിന് ശേഷം ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് ഒരുപാട് കുറഞ്ഞു, വെറും 14. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ അത്ഭുതം തോന്നി. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ 2 റിപ്പോർട്ടുമായിട്ട് ഡോക്ടേഴ്സിനടുത്ത് ചെന്നു. അവിടെയും ഉണ്ടായിരുന്നു മെഡിക്കൽ ബോർഡിൻ്റെ മീറ്റിംഗ്. അപ്പോൾ ഈ റിപ്പോർട്ട് വാങ്ങിച്ച് അവരകത്തിരുന്ന് ചർച്ച ചെയ്യുക. ഞാനും അമ്മയും അച്ഛനും കൂടെ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു. അപ്പം ഞാൻ ആദ്യം അവിടെ കാണാൻ ചെന്നപ്പം എന്നോട് വളരെ ഗൗരവത്തോടെ സംസാരിച്ച ആ ഡോക്ടർ എന്നോട് ഭയങ്കര സ്നേഹത്തോടെ മോളെ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നു. അപ്പം തന്നെ എനിക്ക് തോന്നി ഈ ഡോക്ടറിൻ്റെ മൈൻഡ് ഇത്ര പെട്ടെന്ന് മാറിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അകത്ത് കയറി. അതിനുശേഷം അവർ 4 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും റിപ്പോർട്ടും എല്ലാം കണ്ടു, മോളുടെ ഈ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് മോളുടെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്,
പക്ഷേ റൈറ്റ് ഓവറിയിലോ യൂട്രസിലോ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തോ നിനക്ക് ഈ അസുഖം സ്പ്രെഡായിട്ടില്ല. അതുകൊണ്ട് നിൻ്റെ ലെഫ്റ്റ് ഓവറി മാത്രം റിമൂവ് ചെയ്താൽ മതി, ബാക്കി ട്രീറ്റ്മെൻറ്റും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ മോൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. എനിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുമെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് ഒരുപാട് വിശ്വാസമായി. അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് മോളുടെ ഈ സർജറി നടത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ, എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, അമ്മയ്ക്ക് അവർ സർജറി പറഞ്ഞിരിക്കുകയാണ്, വേഗം നടത്തിയില്ല അമ്മയുടെ ജീവന് തന്നെ ആപത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ കൂടെ നിൽക്കാനും വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയുടെ സർജറി ആദ്യം, അത് കഴിഞ്ഞ് മതി എൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ, നമ്മളിപ്പം താമസിക്കും തോറും നമ്മളിപ്പോൾ എടുത്ത തീരുമാനങ്ങളൊക്കെ മാറിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ, ഒന്നും സംഭവിക്കത്തില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ മാതാവ് എന്നെ നോക്കിക്കോളും, എനിക്ക് ഒരു കുഴപ്പവും എൻ്റെ മാതാവ് വരുത്തത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി, മോളുടെ വിശ്വാസം അങ്ങനെയാണ്, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. മെഡിക്കൽ കോളേജിൽ അമ്മയുടെ സർജറി നടന്നു. അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം അമ്മയുടെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നുള്ള റിപ്പോർട്ടാണ് വന്നത്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ അമ്മയെ രക്ഷിച്ചു. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിലെത്തി. എനിക്ക് സർജറിക്കുള്ള ഡേറ്റ് എടുത്തു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും എൻ്റെ സർജനെ കണ്ടു. ആ സർജൻ ഇപ്പം എന്നോട് പറഞ്ഞു മോളെ, ഇപ്പം കുറച്ച് ദിവസം താമസിച്ചു പോയി, അന്ന് നമ്മുടെ തീരുമാനങ്ങളൊക്കെ ലെഫ്റ്റ് ഓവറി മാത്രം റിമൂവ് ചെയ്യുക എന്നായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് ദിവസം ആയതുകൊണ്ട് സ്പ്രെഡായോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് സർജറിയുടെ സമയത്ത് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെ വേണേലും സൈൻ ചെയ്ത് തരാം, എനിക്കൊരു കുഴപ്പവും പറ്റില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ സർജറി നടന്നു. എനിക്ക് ബോധം വരുമ്പോഴത്തേക്കും ഞാൻ ICUവിലാണ്. അവിടെ വിസിറ്റിങ്ങിന് അപ്പോൾ ആ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ, നിൻ്റെ വിശ്വാസം പോലെ തന്നെ നിൻ്റെ ലെഫ്റ്റ് ഓവറി മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ, നിൻ്റെ റൈറ്റ് ഓവറിക്കോ യൂട്രസിനോ വേറെ ഒരു ഭാഗങ്ങൾക്കോ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ റിക്കവറായി. എനിക്ക് ബാക്കിയുള്ള എൻ്റെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം പെട്ടെന്ന് നടന്നു. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തുടനീളം ഞാൻ വിശുദ്ധ തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ചിരുന്നു. ഞാൻ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഓരോ ട്രീറ്റ്മെൻറ്റിനും പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനം വീണ്ടും എനിക്ക് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്തു. അതിൻ്റെയൊക്കെ റിപ്പോർട്ട് വന്നു. എൻ്റെ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും എല്ലാം നോർമലാണ്. എനിക്കിപ്പോൾ ഇങ്ങനൊരു അസുഖമേ ഇല്ല, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എൻ്റെ ഡോക്ടർ എനിക്ക് തന്നു. എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. എനിക്ക് ഈ അസുഖം വന്ന സമയത്ത് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. സാമ്പത്തികമായി ഞങ്ങൾ ഒരുപാട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ചേച്ചി, ആ ചേച്ചി എന്നോട് ഇങ്ങോട്ട് വന്ന് എന്നോട് പരിചയപ്പെട്ട് എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. ആ ചേച്ചി എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. എനിക്ക് ആ സമയത്തൊരു മെൻ്റൽ സ്ട്രെങ്ത് ആവശ്യമായിരുന്നു. ആ ചേച്ചി എന്നെ എപ്പോഴും വിളിച്ച് എന്നോട് സംസാരിക്കും, എനിക്ക് ആശ്വാസം തരും. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ ചേച്ചി എന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതെൻ്റെ മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നോട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് എന്നെ സഹായിക്കുകയോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണാൻ ചെന്നപ്പോഴത്തെ ആ ഗൗരവപ്പെട്ടിരുന്ന ആ ഡോക്ടർ പറയുന്ന ആൾ പിന്നീട് ഞാൻ ഓരോ സമയത്ത് ചെല്ലുമ്പോഴും എന്നോട് സ്നേഹത്തോട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എൻ്റെ സർജറിക്ക് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഫുൾ പൈസയും ആ ഡോക്ടർ എനിക്ക് ഫ്രീ ആക്കി തന്ന്. ഈ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിന് ഇതുപോലെ ഇളവ് ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു അത്ഭുതം നടന്നത്. കാരിത്താസ് ഹോസ്പിറ്റലിലാണ് എൻ്റെ സർജറിയൊക്കെ നടന്നത്. പിന്നെ എൻ്റെ മറ്റൊരു ഉടമ്പടിയിൽ ഞാൻ നിയോഗം വച്ചിരുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ബ്ലീഡിംഗ് ആയിട്ട് നിൽക്കാതെ വന്ന് 1 മാസമായിട്ടും ബ്ലീഡിങ് നിൽക്കാതെ വന്ന് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞാൻ്റിക്ക് സൗഖ്യം കിട്ടി. ഇപ്പം നോർമലാണ്, ഒരു കുഴപ്പവും ഇല്ല. അതുപോലെ തന്നെ എൻ്റെ ചേട്ടന് കൈയുടെയും കാലിൻ്റെയൊക്കെ ഈ സ്കിൻ ഇളകി പോകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതും ചേട്ടന് സൗഖ്യപ്പെട്ടു.
ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലായിടത്തും വീടുകളിലും കടകളിലും ഹോസ്പിറ്റലുകളിലും എല്ലാം കൊണ്ട് കൊടുക്കും. എനിക്കും എൻ്റെ അമ്മയ്ക്കും കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ പൊതിച്ചോറുണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കും. പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എനിക്ക് ഒരുപാടൊന്നുമില്ല, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും ഒക്കെ ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ബൈബിളോ കൊന്തയോ ഒന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ബൈബിളും കൊന്തയും ഞാൻ വാങ്ങിക്കൊണ്ട് പോയി. ഞാൻ യൂട്യൂബ് നോക്കി ജപമാല ചൊല്ലാൻ പഠിച്ചു. അന്ന് തൊട്ട് ഇന്ന് ഈ ദിവസം വരെ ഒരു ദിവസം പോലും ബൈബിൾ വായിക്കാതെ ജപമാല എത്തിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഉപവാസമാണ്. ഉപവാസത്തോട് കൂടിയിരുന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാറ്. ഞാൻ മിക്ക സാക്ഷ്യങ്ങളും കേൾക്കും. ഈ സാക്ഷ്യങ്ങളും ധ്യാനവും എല്ലാം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന്, എൻ്റെ ജീവിതം തന്നെ എനിക്ക് തിരിച്ചു തന്ന്, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് എൻ്റെ അമ്മ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. കർത്താവാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത്. മാതാവിൻ്റെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ. അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്. മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എൻ്റെ ദൈവം. സൗമ്യ ബാബു എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തെ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മരണത്തിൻ്റെ വക്കുവരെ എത്തിയ ഒരു ജീവിതം, വൈദ്യശാസ്ത്രം ഗുരുതരമായ ചികിത്സകൾ പറഞ്ഞ ഒരു ജീവിതം എല്ലാവരും കൈവിട്ട് കഴിയുമ്പോൾ അമ്മ മാതാവിൻ്റെ അരികിൽ അവസാന അത്താണിയായി അമ്മയും മകളും കൂടി ഓടി വന്ന്, കുടുംബം ഒരുമിച്ച് ഓടി വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും അമ്മ മാത്രം ശരണം, ഇത്ര ഗൗരവമുള്ള അസുഖത്തിൽ നിന്നും ജീവിതം തിരിച്ചു തരുവാൻ അമ്മയ്ക്ക് മാത്രമേ ആകൂവെന്ന് നിഷ്കളങ്കമായ പൂർണ്ണ സമർപ്പണമുള്ള വിശ്വാസത്തോടു കൂടി ഈ മകളും അമ്മയും പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ നടയിൽ കണ്ണീരോടെ സമർപ്പിച്ച പ്രാർത്ഥനയുടെ ജീവിക്കുന്ന സാക്ഷ്യമാണ് നാം ഈ നിമിഷങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യത്തെ അച്ഛനധികം പറഞ്ഞ് ഉപസംഹരിക്കേണ്ടതില്ല. ഇത്രയേറെ ദൈവാനുഭവം ഈ ദിനം നിങ്ങൾ നേരിട്ട് കേൾക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ ഇതിൽ പരം ഏതൊരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തോട് ആരെങ്കിലും പറയേണ്ടത്? മകൾ അവസാനം പറഞ്ഞ കുറച്ച് വാചകങ്ങൾ നമ്മളിൽ പലരെയും വല്ലാതെ ഒന്ന് ഉലയ്ക്കുന്നുണ്ട്. അവൾ അക്രൈസ്തവയായ മകളാണ്. ഇവിടെ നിന്ന് ബൈബിളും ജപമാലയും വാങ്ങിക്കൊണ്ടുപോയി യൂട്യൂബ് നോക്കി ജപമാല ചൊല്ലാൻ പഠിച്ചു. ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെയും വിശുദ്ധ ഗ്രന്ഥം വായിച്ചും ജപമാല ചൊല്ലിയും നന്നായി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഉപവാസത്തോടു കൂടി പങ്കുചേർന്നും ഈ മക്കൾക്ക് തന്നെ ലഭിച്ച സൗഖ്യത്തെ എല്ലാവരോടും സാക്ഷ്യപ്പെടുത്തി കൃപാസനം പത്രിക നൽകിയും കാരുണ്യ പ്രവൃത്തി ചെയ്തും യേശുവിനെ പ്രഘോഷിക്കുന്ന സുവിശേഷമായ ജീവിതത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ഉടമ്പടി ജീവിതം എങ്ങനെയുണ്ട്? നമ്മുടെ വിശ്വാസം എത്രത്തോളം ആഴപ്പെടുന്നുണ്ട്? നമ്മുടെ പ്രാർത്ഥനകളിൽ എത്രത്തോളം സ്ഥിരതയും തീഷ്ണതയുമുണ്ട്? കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന അവസരങ്ങളെ നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നുണ്ട്? ദൈവസന്നിധിയിൽ ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും മറുപടി കൊടുക്കേണ്ടവരാണ്. അമ്മയുടെ മുമ്പിൽ കണ്ണീരോടുകൂടി നിങ്ങൾ എത്ര വലിയ നിയോഗം കൊടുത്താലും, എത്ര പഴകിയ നിയോഗം കൊടുത്താലും, സാധിക്കില്ലെന്ന് എല്ലാവരും എഴുതിത്തരുന്നൊരു പ്രശ്നം കൊടുത്താലും അമ്മ മാതാവ് ദൈവകുമാരൻ്റെ കരങ്ങളിൽ അത് സമർപ്പിച്ച് സൗഖ്യമായി, അനുഗ്രഹമായി, സംരക്ഷണമായി, പ്രശ്നത്തിൻ്റെ പരിഹാരമായി നമുക്ക് മാറ്റിത്തരും. ഉടമ്പടിയുടെ നിബന്ധനകളോട് വിശ്വസ്തതയുള്ള ജീവിതം പുലർത്തുവാൻ
നമ്മളൊരു തീരുമാനമെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഉടമ്പടി ജീവിതം നമ്മുടെ കുടുംബങ്ങൾക്കും വ്യക്തി ജീവിതത്തിനും അനുഗ്രഹമാവട്ടെ. അമ്മ മാതാവിനോടുള്ള വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേഗം പരിഹാരമാവട്ടെ. ഈ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഈ മകൾക്കും അമ്മയ്ക്കും ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തെ നല്ല കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് നന്ദി പറയാം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഉഷ സേവ്യർ. ഞാൻ എറണാകുളം പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മകൻ ഷാരോൺ സേവ്യർ. ഞാൻ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ വീട്ടുജോലിക്ക് പോകുന്ന ഒരാളാണ്. ഞാൻ സന്ധ്യയായി വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ വാതിക്കൽ ഒരു കൃപാസന പത്രം, ഞാനതെടുത്ത് വെറുതെ നിവർത്തി നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ല, എന്താണാവോന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഉടനടി അനുഭവം എന്നൊക്കെ എഴുതിയേക്കണമെന്ന് മനസ്സിലായില്ല. ഞാനതെടുത്ത് കയ്യിൽ വെച്ച് ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് പോകുന്ന വീട്ടിൽ കൊണ്ടുപോയി ചേച്ചിനെ കാണിച്ചു. ചേച്ചി, ഒരു കൃപാസന പത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി അത് വായിച്ചു നോക്കിട്ടോ, പക്ഷേ ഇത് ആലപ്പുഴയിലാണ് തോന്നുന്നത്, നമുക്ക് ആരെങ്കിലും ചോദിക്കാതെ. അങ്ങനെ ചോദിച്ച് പറഞ്ഞ് ഞങ്ങൾ 5-6 പേര് കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് പരിശുദ്ധ അമ്മ മാതാവിനാണ് കിട്ടിയത്. അതിൻ്റെ മഹത്വം എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് യാത്ര ചെയ്യാനൊന്നും പാടില്ല, എനിക്ക് ഛർദിയും തലവേദനയും വരും. അങ്ങനെ ഞാൻ അന്ന് ഇവിടെ നിന്ന് തലവേദന എടുത്ത് ഛർദിച്ച് അവശതയായി ഞാൻ 7-8 മണിയായപ്പോൾ വീട്ടിൽ ചെന്ന് കയറിയത്. ആ സമയത്ത് എനിക്കൊരു 45 വർഷമായിട്ടുണ്ട് എനിക്ക് തലവേദന ഛർദി ഉണ്ടായിരുന്നിട്ട്. ആ തലവേദന ഛർദി എനിക്ക് അന്ന് തന്നെ മാറിപ്പോയി, ഞാനത് അറിഞ്ഞില്ല. അതിനുശേഷം കൊറോണ വന്നതിന് ശേഷം എനിക്ക് ഉടമ്പടിയൊന്നും പാലിക്കാനൊന്നും പറ്റിയില്ല, അത് ആ വഴിക്ക് വിട്ടുപോയി. പിന്നെ ഒരു പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥന അത് വിട്ടുപോയിട്ടില്ല. അതെവിടെ പോയാലും എങ്ങനെയാലും ഞാൻ ആ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് എനിക്കൊരു പഴയ ഫോൺ തന്നു. ആ പഴയ ഫോൺ കിട്ടിയപ്പോൾ ഞാൻ യൂട്യൂബ് തുറന്ന് ഞാൻ ഇതിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓരോന്നിൻ്റെയും എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെ പറ്റി എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അങ്ങനെ ഞാനിവിടെ വന്ന് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി അതിന് ശേഷമാണ് എനിക്ക് അത്ഭുതപ്പറ്റി ഞാൻ ഓർത്തത്. ഞാൻ നിയോഗത്തിൽ വെക്കാതിരുന്ന കാര്യമാണ് എനിക്ക് ആദ്യം സാധിച്ച് കിട്ടിയത്. എൻ്റെ വീടിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, വീട് പൊളിഞ്ഞൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വീട്ടു ജോലി ചെയ്യുന്ന ചേച്ചി പറയുന്നത്, ഉഷയുടെ വീട് പൊളിഞ്ഞ് കിടക്കുകയാണോ, എന്തെങ്കിലും ചെയ്തിട്ടെ? അപ്പോൾ ഞാൻ വേണ്ട ചേച്ചി, അതൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയാണ്. അപ്പോൾ ചേച്ചിനില്ല, പക്ഷെ അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടുകളെല്ലാം ടൈലിട്ട് എല്ലാ പണിയും പൂർത്തിയാക്കി. ഒരുപാട് പണികളുണ്ടായി, അതെല്ലാം ചെയ്തതെന്ന്. എൻ്റെ ഭർത്താവിനാണെങ്കിൽ കാലിന് സുഖമില്ലാത്ത ഒരാളാണ്, ഇരുന്ന് ബാത്റൂമിൽ പോകാനൊന്നും പറ്റൂല. എനിക്ക് ഒരു യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ച് എന്ന് സഹായിച്ച്. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മകൻ ഷാരോൺ സേവൻ, അവന് ചെറുപ്പം മുതൽ 2 വയസ്സ് മുതൽ ഫിക്സ് വരുമായിരുന്നു. ഫിക്സ് വരുന്ന വെച്ചാൽ അവന് വന്നു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതത്തിലുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ മാറണില്ല. ഇപ്പോൾ മരുന്ന് കഴിച്ചിരിക്കേണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അവന് പിന്നെ അസുഖം ഉണ്ടായിട്ടില്ല. അവനിപ്പോൾ ആ അസുഖത്തിൻ്റെ ഒരുപാട് മോചനം വന്ന് പിന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോകാനിട വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ അവൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി ICUലാണ് കയറ്റുന്നത്. 5 ദിവസം ആസ്പത്രി കിടന്നാണ് ഞങ്ങൾ വരാറ്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കിത് ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഞാൻ ബാങ്കിൽ ആധാരം പണയത്തിലിരിക്കുകയായിരുന്നു. 12 വർഷക്കാലമായിട്ട് പണയത്തിലായിരുന്നു. ഈ മാസം സെപ്റ്റംബർ മാസം എടുപ്പിക്കണമെന്ന് ബാങ്കുകാരെ വിളിച്ച് പറഞ്ഞു. എടുപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല. 4 ലക്ഷം രൂപയും കൂടി അടക്കാനുണ്ട്. അത് അടച്ച് തീർത്തെടുക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് എടുക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ വീട്ടുജോലി ചെയ്ത് വന്നിട്ടാണ് എൻ്റെ വീട് പുലർത്തുന്നത്. എൻ്റെ ഭർത്താവിന് വയ്യാത്തൊരാളാണ്, ജോലിക്ക് പോകണില്ല. പിന്നെ എൻ്റെ മകൻ ജോലി ചെറുതായിട്ടൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അവന് ബാക്കി കിട്ടുന്ന പൈസ അവന് മരുന്ന് വാങ്ങാൻ പോലും അവന് തികയുന്നില്ല. അപ്പോൾ ഈ കടങ്ങളെല്ലാം ഇങ്ങനെ വീട്ടുമെന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ലേ, എന്തിനാണ് ഞാൻ വിഷമിക്കണത്? ഞാൻ ബാങ്കിൽ നിന്ന് പത്രം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ മാതാവിനെ മുട്ടിച്ച് മാതാവിനെ പ്രാർത്ഥിച്ച്, മാതാവേ എനിക്കൊരു വഴി കാണിച്ചു തന്നെ മാതാവേ, ഈ സെപ്റ്റംബർ മാസം ഇത് എടുക്കണമെന്നാണ് പറയണത്, എനിക്കൊരു വഴിയില്ല മാതാവേ, എനിക്കൊരു വഴി കാണിച്ചു തന്നെ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ മാസത്തിന് മുന്നായിട്ട് ആ ആധാരം എനിക്ക് എടുത്ത് കിട്ടി. ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നാണ് ഞാൻ ആദ്യമായി കാര്യം പറയണത്. ശരിക്കും പറഞ്ഞാൽ ആധാരം എന്ന് വെച്ചാൽ കണ്ടിട്ടില്ല. എൻ്റെ മോൻ പറയായിരുന്നു, അമ്മ ഈ ആധാരം ഒന്നും എങ്ങനെ ഇരിക്കണം, നമുക്ക് കണ്ടിട്ട് പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്നും ഈ സാധനം നമുക്ക് കടത്തി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആധാരം അടിച്ചതിൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യണത്, എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ കൊണ്ടുപോയി എല്ലാ വീടുകളിൽ, ഞാൻ വീട്ടു ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓരോ വീടുകളിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. തിരിച്ച് വന്ന് വൈകുന്നേരം സമയത്താണ് ഞാൻ ഓരോ വീടുകളിൽ കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കൊണ്ടുപോയി കൊടുക്കും. പിന്നെ തൈലം ഞാനത് ഓരോ വീടുകളിൽ, എനിക്കറിയാം രോഗികളായ വീടുകളിലുള്ള സ്ഥലത്തൊക്കെ ഞാൻ ചെന്നിട്ട് അത് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ച് കൊടുക്കും. പിന്നെ കാശ് രൂപം കൊണ്ടുപോയി ഇവർ ഈ അപ്പനും മോനും എവിടെ പോയി സന്ധ്യയായി രാത്രി തിരിച്ച് വന്നതിൽ എനിക്കൊരു വിഷമമില്ല. കാരണം അവരുടെ കഴുത്തിൽ കാശ് രൂപം കിടക്കുന്നത് സമാധാനമാണ് എനിക്ക്. അവിടെ പോയ ഒരു കറക്റ്റ് സമയത്ത് ഒരു പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് തിരിച്ചു വരികയും ചെയ്യും. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസം ഈ വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വീട്ടിലുള്ള ഒരു കടങ്ങൾ ഞാൻ ഈ മോനോടും അപ്പനോടും ഒന്നും പറയില്ല. കാരണം അവർക്ക് അത് താങ്ങാനുള്ള ശക്തിയില്ലെന്ന് എനിക്കറിയാം. പ്രാർത്ഥന സമയത്ത് ഞാൻ മുട്ടൂത്ത് നിന്ന് ലുത്തീനെ ജയിലിൽ, അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കാല് വേദന, കഴുത്ത് വേദന, ഇത് വെച്ചാണ് ഞാൻ ജോലിക്ക് പോണത്. ഞാനങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് കരഞ്ഞ് എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ഭയങ്കര സങ്കടപ്പെട്ട് ഞാൻ മാതാവിനോട് മനസ്സിൽ പറഞ്ഞു, അമ്മേ എന്നെ സഹായിക്കാൻ ആരുമില്ല, അമ്മേ എൻ്റെ സങ്കടം കേൾക്കാൻ എനിക്ക് ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ എനിക്ക് തുണയായിരിക്കണമേ, എൻ്റെ സങ്കടം അമ്മയോട് മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാൻ കുറേ കരഞ്ഞാണ് ഞാനന്ന് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇവൻ്റെ പ്രാർത്ഥന ദിവസം ഞങ്ങൾ പിന്നെ ഉപ്പും അത് വെള്ളത്തിൽ കലക്കി ഞങ്ങൾ 3 പേരും കഴിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കണത്. അന്ന് ഇവൻ്റെ മുറിയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, മോൻ നമുക്ക് ഭയങ്കര വിഷമോടാ, നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ, മോനെ എനിക്ക് എന്തോ ഭയങ്കര വിഷമം, മോനെ എന്ത് ഭയങ്കര സങ്കടം അമ്മക്ക്, നീ ഈ നിൻ്റെ ഫോൺ വെച്ചിട്ട് നീ എപ്പോഴും പാട്ടൊക്കെ വെച്ച് കേട്ട് കിടക്കല്ലേ, നീ മാതാവിൻ്റെ പ്രാർത്ഥന എന്തായാലും കഴിച്ചൊക്കെ തന്നെ ഇല്ല, അതൊക്കെ കണ്ട് കിടക്കണം, അതിൻ്റെ മൊബൈലിൽ പൊട്ടിത്തെറിച്ചൊക്കെ പോകാൻ ഇട വരുത്തരുതിട്ട മോനെ എന്നൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് പ്രാർത്ഥന മുറിയിൽ ഞാൻ എൻ്റെ നാത്തും ചേച്ചീനെ ഉറങ്ങിയില്ല. ഞാൻ സാക്ഷ്യം കേട്ട് 2 സാക്ഷ്യം കേട്ടിട്ട് ഞാൻ ആ സാക്ഷ്യം 2 പേർക്ക് അഴിച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങിയിട്ട് പോയില്ലല്ലോ. ഉറങ്ങി അങ്ങോട്ട് പോകണം ഇങ്ങനെ 11:30 സാക്ഷ്യം കഴിഞ്ഞ് ഞാനങ്ങോട്ട് കിടന്ന് കണ്ണ് മതിച്ച് പോയ സമയത്ത് പെട്ടെന്ന് മാതാവിൻ്റെ രൂപം എനിക്കങ്ങോട്ട് പറയാൻ പറ്റില്ല, എന്തൊരു തേജസ്സാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മാതാവിൻ്റെ മോഹൻ്റെ മുന്നിലോട്ടാണ് അങ്ങോട്ട് അടിച്ച് ഞാനിങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ അടിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റണില്ല. അപ്പോൾ കണ്ണിലോട്ട് അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് ഭയങ്കര കണ്ണങ്ങോട്ട് ഇതായിപ്പോയി, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കൈകാലം അനങ്ങണില്ല. ഞാനങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് മനസ്സിലായി, എൻ്റെ മാതാവേ ശക്തിയായിട്ട് ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് കയ്യും നനക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ എൻ്റെ മനസ്സിലുണ്ട്. എനിക്കിപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഉള്ളിൽ ബോധമുണ്ട്, നമുക്കൊന്നും പറയാനെടുക്കാനൊന്നും പറ്റില്ല, ഒന്ന് കൈയും കാലം കെട്ടി ഞാൻ കാണിക്കേണ്ട. പക്ഷേ ആരും അനങ്ങടെ എന്നെ ഉറങ്ങിയിട്ട് പോലില്ല. എൻ്റെ ഉള്ളിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനങ്ങനെ ഒരു കണക്കിന് കണ്ണ് തുറന്ന് ചാത്തും ചേച്ചിനെ വിളിച്ച ആ സമയത്ത് എനിക്ക് കണ്ണ് തുറയണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുഖത്തോട്ട് അടിച്ചാൽ വെട്ടത്തിട്ടുണ്ട്, എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വീർത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് നമ്മുടെ വീട്ടിൽ വന്ന്. ഞാനങ്ങനെ വിളിച്ച് ഇവരോട് പറഞ്ഞു, മാതാവ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ എല്ലാം ഇനി മാറ്റി തരും കേട്ടാന്ന് പറയുകയും ചെയ്ത്. സ്നേഹം നിറഞ്ഞവരെ, ഉഷാ സേവ്യർ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഇവരുടെ കുടുംബത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സ്നേഹവും സംരക്ഷണവും കരുതലും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചതിന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരിൽ സാക്ഷ്യം പറയുമ്പോൾ നമുക്കൊരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിത്തു തോമസ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ബാംഗ്ലൂർ ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം എൻ്റെ ജോലി ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു സ്കൂളിൽ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുകയും അവിടെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തതായിരുന്നു. സമ്മർ വെക്കേഷൻ ഞാൻ വീട്ടിലേക്ക് വരികയും വീട്ടിലെ സമ്മർ വെക്കേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ജോലി ലഭിച്ച സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ച് പറയുകയുണ്ടായി, തൽക്കാലത്തേക്ക് ഞങ്ങൾ പുതിയ ആരെയും തന്നെ ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ടു. മറ്റേ സ്ഥലത്തെ ജോലി ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. സോ എൻ്റെ കയ്യിൽ നെക്സ്റ്റ് മന്ത് തൊട്ട് സാലറി വരാനായിട്ടില്ല, എനിക്ക് EMI അടയ്ക്കാനുണ്ട്. സോ ഞാൻ പ്രാക്ടിക്കലി ഫിനാൻഷ്യലി ഞാൻ അപ്പോൾ തന്നെ ഒന്ന് സ്റ്റക്കായി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒത്തിരി കൺഫ്യൂഷൻസ് വന്നു. അപ്പോൾ എന്തായാലും കയ്യിൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, എന്നാൽ വേറെ ജോലികൾ നോക്കാം എന്ന് ഞാൻ ആരംഭിച്ച് കേരളത്തിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ഇൻ്റർവ്യൂ വിളിക്കുന്നു, ജോലികൾ പാസ്സാകുന്നുണ്ട്, ജോലി എനിക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ സാലറി എല്ലാം വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്കൊന്നും ജോലിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ആകെ ഒരു അസ്വസ്ഥനായിരുന്നു. വീട്ടിൽ ആരോടും തന്നെ ഞാൻ കാര്യങ്ങളൊന്നും അത്ര ക്ലിയറായിട്ട് പറഞ്ഞിരുന്നില്ല, കാരണം അവരെ ടെൻഷൻ അടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എൻ്റെ വഴി തന്നെ ഞാൻ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു.
അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, പുറത്തോട്ട് പോകാൻ വേണ്ടി എന്നോട് നോക്കിക്കൂടാ എന്ന്, അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഞാനതിന് മുൻപേ പലപ്പോഴും ശ്രമിച്ചിരുന്നതുകൊണ്ട് 2021 ഞാൻ 2 തവണ കാനഡയ്ക്ക് അപ്ലൈ ചെയ്ത് 2 തവണ ഞാൻ റിജക്ഷൻ മേടിച്ചതാണ്. അതുകൊണ്ട് ഒത്തിരി സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് മടുപ്പായിരുന്നു വീണ്ടും ഒരു സ്ഥലത്തേക്ക് പഠിക്കാനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് എന്നോട് കാണിച്ച കൺസേണിൻ്റെ പേരിൽ ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ അതേസമയം എൻ്റെ മനസ്സിൽ ഒത്തിരി ആവലാതികളായിരുന്നു, ഇനി എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. വീട്ടുകാരെല്ലാം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതോടൊപ്പം ഞാനും പള്ളിയിൽ പോകാൻ പതുക്കെ ആരംഭിച്ചു. ഇങ്ങനൊരു ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങിയപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിൽ എപ്പോഴോ ഉടമ്പടി എന്നൊരു വാക്ക്, ഞാൻ പള്ളിയിൽ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് അങ്ങനെ വാക്ക് പലതവണ ആവർത്തിച്ച് എൻ്റെ മനസ്സിൽ വരികയുണ്ടായി. പക്ഷേ അതെന്താണെന്നോ എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്കറിയില്ല. ഞാനത് മനസ്സിൽ വെച്ചു. ഞാനൊന്നിനെ അതിനെക്കുറിച്ച് വലിയ ബോധേഡായില്ല. പക്ഷേ ഞാൻ വാട്സപ്പിൽ സ്റ്റേറ്റസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ചേട്ടൻ, അച്ഛനാണ്, ആളുടെ സ്റ്റാറ്റസ് ഞാൻ കണ്ടു. അന്നത്തെ സ്റ്റാറ്റസിൽ ഉടമ്പടി ധ്യാനത്തിൻ്റെ ലിങ്ക് അച്ഛൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളെ കോൺടാക്റ്റ് ചെയ്തു, ഇതെന്താ സംഭവം, കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒപ്പം എന്നെ വാൺ ചെയ്യുകയും ചെയ്തു, നിനക്ക് പറ്റത്തില്ലാത്ത പരിപാടിയാണ്, നീ ഇതിനു വേണ്ടി പോകരുത്. എൻ്റെ സ്വഭാവ രീതികൾ അറിയാവുന്നതുകൊണ്ട് അച്ഛൻ കുറേ പറഞ്ഞു, നീ ഇതെടുക്കണ്ട, നീ ഇതിനു വേണ്ടി പോകരുത്, നിനക്കത് വലിയ ബുദ്ധിമുട്ടാകും, നീ അത് ചെയ്യരുത് എന്ന്. നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇതിനു വേണ്ടി ഇറങ്ങിയാൽ മതി, അല്ലാണ്ട് നീ പോയി പണി മേടിക്കരുത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനും ഒരു മടി കാണിച്ചു. പക്ഷേ എനിക്ക് പോയി ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പത്രം കൊടുക്കണം എന്നുള്ളൊരൊറ്റ കൺസേൺ വെച്ച് ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം ഞാൻ ഒത്തിരി ട്രോളുകൾ കണ്ടിട്ടുണ്ട് പത്രം കൊടുക്കുന്നത് വെച്ച് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കൊടുക്കാനുള്ള താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഓൺലൈനിൽ എടുത്തോളാം, ഓൺലൈൻ ഉടമ്പടി എടുത്തോളാം, അതാണ് ലാഭം. വെറുതെ അവിടം വരെ പോകുകയും വേണ്ട, പത്രം കൊണ്ട് കൊടുക്കുകയും വേണ്ട, ആരും അറിയത്തുമില്ല എന്നുള്ള കൺസേണിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. മെയ് 1-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് വണക്കമാസക്കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിൽ കുറേ ഞാൻ സമയം ചിലവഴിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒത്തിരി അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സന്തോഷിക്കാൻ തുടങ്ങി. മനസ്സുകൊണ്ട് എനിക്ക് അസ്വസ്ഥതകൾ മാറിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സന്തുഷ്ടനായി. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പ്രാർത്ഥനയിൽ തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിൽ പറയാൻ തുടങ്ങി, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മനസ്സ് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അച്ഛനോട് തന്നെ കോൺടാക്ട് ചെയ്ത്, അപ്പോൾ ജെയിംസ് അച്ഛൻ പറഞ്ഞു, നീ വന്ന് ഉടമ്പടി എടുക്കുക, അച്ഛൻ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന സമയത്ത് എല്ലാവരും മാതാവിനെ എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഞാനും ആഗ്രഹിച്ചു, മാതാവിനെ എനിക്കും എടുക്കാൻ പറ്റണം എന്നിവിടെ വന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ഫ്രണ്ടിലത്തെ ഓഡിറ്റോറിയത്തിന് അവിടെ പോയി നിന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലെ പ്രശ്നങ്ങളെല്ലാം എന്തോ സോൾവ് ആയി എന്നൊരു തോന്നലായിരുന്നു എനിക്ക്. അതിനെക്കുറിച്ച് ഞാൻ ആകുലപ്പെട്ടിട്ടേ ഇല്ല. പക്ഷേ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് മാതാവിനെ എടുക്കണ്ട, എൻ്റെ ചേട്ടൻ എടുത്തോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നടന്നു. ചേട്ടൻ മാതാവിനെ എടുക്കുകയും ഞാൻ കുട പിടിച്ച് ചേട്ടൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ നിയോഗം വെച്ചതിനകത്ത് ഞാൻ ആദ്യം വെച്ചൊരു നിയോഗം തന്നെ ആയിരുന്നു, എനിക്ക് വിദേശ പഠനത്തിനായി പുറത്തു പോകാൻ സാധിക്കണം എന്നുള്ള കാര്യം. മുമ്പ് തടസ്സങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ഞാൻ വെച്ചൊരു കാര്യമായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ വെച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടി. അതിന് മുന്നേ വരെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാം കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരുന്നു. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ IELTS മുന്നേ എഴുതിയതാണ്, അത് എക്സ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ +2 പാസ്സായത് 2012 സോ 12 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട യൂണിവേഴ്സിറ്റികളൊന്നും അത് അക്സെപ്റ്റ് ചെയ്യില്ല. സോ വീണ്ടും ഞാൻ IELTS എഴുതണം. സോ IELTS എഴുതാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് തരണം, അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ളതേ ഞാൻ വെക്കുന്നുള്ളൂ. IELTS എഴുതിയെടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. പക്ഷേ IELTS എഴുതാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ IELTS പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു 2 വർഷമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എഴുതാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ പൈസയില്ല. അതുകൊണ്ട് ഞാൻ ഇതേ വെക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു. അപ്പോൾ വേറെ ഒന്നും ഞാൻ പ്രൊസീഡ് ചെയ്തില്ല. വേറെ ഞാൻ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റികൾ പോലും ഞാൻ അവിടുന്ന് കിട്ടിയ കണ്ടീഷണൽ ഓഫർ ലെറ്ററുമായിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്തില്ല. കിട്ടിയ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വെച്ച് തന്നെ ഞാൻ പ്രൊസീഡ് ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും ക്ലിയറായി വന്നു. പിന്നെ എനിക്ക് വേണ്ടത് ഫണ്ടിങ് ആയിരുന്നു. എൻ്റെ കയ്യിൽ പ്രാക്ടിക്കലി 0 ആയിരുന്നു എമൗണ്ട്. എനിക്ക് ഇതിനു വേണ്ടി എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ബാങ്കിലേക്ക്
പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബാങ്കിലേക്ക് ചെന്നു. മുന്നേ എനിക്ക് കാനഡയ്ക്ക് വേണ്ടി ഞാൻ ലോൺ തരത്തില്ല എന്ന് പറഞ്ഞ അതേ ബാങ്കിൽ ഞാൻ കയറുമ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ബാങ്കിലേക്ക് കയറുന്നത്. കയറിയ പാടെ തന്നെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു ലോൺ സാങ്ഷനാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വേഗം തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയറാക്കി എനിക്ക് ലോൺ സാങ്ഷനായി കിട്ടുകയും ചെയ്തു. പിന്നീട് ഞാൻ എല്ലാ ആപ്ലിക്കേഷൻസും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒന്നാമത്തെ ഉടമ്പടിയുടെ 90 ദിവസം കംപ്ലീറ്റ് ആയി. പക്ഷേ എന്നാൽ ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഞാനിവിടെ വരത്തുള്ളൂ, രണ്ടാമത്തെ ഉടമ്പടി എടുക്കത്തുള്ളൂ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ഡിലേ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കും ആകെ ഒരു കൺഫ്യൂഷൻസ് വന്നു തുടങ്ങി, ആകെ ഒരു ഡിസ്റ്റർബ്ഡായി ഞാൻ. അപ്പോൾ ജെയിംസ് അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഉടമ്പടി കഴിഞ്ഞു, നീ പോയി രണ്ടാമത് ഉടമ്പടി പുതുക്കുക, എന്നാലേ ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാക്കി സ്മൂത്ത്ലി നടക്കുകയുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വന്നു, രണ്ടാമത് ഉടമ്പടി എടുത്തു. രണ്ടാമത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ക്യാഷ് ലെറ്റർ കിട്ടി. അതിനുശേഷം 11-ാം തീയതി കഴിഞ്ഞതിന് മുമ്പത്തെ ബുധനാഴ്ച ഞാൻ VFSൽ വന്ന് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. VFS കയറുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കയറിയത്. ശേഷം ഇവിടെ വന്ന് പിറ്റേ ദിവസം വ്യാഴാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞു, അടുത്ത ആഴ്ച എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റത്തെ ആഴ്ച, അതായത് ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച 17-ാം തീയതി രാവിലെ വെളുപ്പിന് 3 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ എണീക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ എണീക്കുന്ന സമയത്ത് നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വിസ സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട്. ബുധനാഴ്ച തന്നെ എനിക്ക് എൻ്റെ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുകയും ചെയ്തു. ഞാൻ വേഗം തന്നെ എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഇന്ന് ശനിയാഴ്ച ഇവിടെ വന്നു. ഈ തിങ്കളാഴ്ച ഞാൻ UK ലണ്ടനിലേക്ക് എൻ്റെ പഠനത്തിനായിട്ട് ഞാൻ പോവുകയാണ്. എൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജിത്തു തോമസ് എന്ന ഈ മകൻ പരിശുദ്ധമ്മയുടെ തിരുസവിധത്തിൽ ഏറ്റവും സന്തോഷത്തോടും നന്ദിയോടും കൂടി ജീവിതത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും സാക്ഷ്യപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് ഓൺലൈൻ ഉടമ്പടിയിൽ ജീവിക്കുന്നവരുടെ മനോഭാവമാണ്. ഓൺലൈൻ ഉടമ്പടി നിങ്ങൾക്ക് ഒരു കുറുക്കുവഴിയും ഒരു രക്ഷാമാർഗവുമായി കാണുന്നുണ്ട്. തീർത്ഥാടന ഉടമ്പടിയുടെ അതിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ പൊതുവെ മറ്റുള്ളവർ കാണുന്ന ക്ലേശങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള കുറുക്ക് വഴിയായി ഓൺലൈൻ ഉടമ്പടി നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾക്കത് ഫലമുണ്ടാക്കില്ല. കാരണം ഇവിടെ വരെ എത്തിച്ചേർന്ന് ഉടമ്പടി എടുക്കുവാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടി ലോകത്തെവിടെയായിരുന്നാലും അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഓൺലൈൻ ഉടമ്പടി. അല്ലാതെ പത്രം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി, തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ വന്ന് ഞാനൊരു ഭക്തനാണ്, ഉടമ്പടിയെടുത്ത വ്യക്തിയാണെന്ന് പറയാതിരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ നമ്മൾ തന്നെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു തട്ടിക്കൂട്ടിലൂടെ എങ്ങനെയെങ്കിലും ദൈവകൃപ ലഭിക്കാം, നേടിയെടുക്കാം എന്ന കൗശലം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഓൺലൈൻ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വയം പരാജയപ്പെടുത്തേയുള്ളൂ. മകനത് പറയുന്നുണ്ട്. അവൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോഴുള്ള അവൻ്റെ മനോഭാവം അവനത് പങ്കുവച്ചത് കൊണ്ടാണ് അച്ഛനത് വിശദീകരിക്കാമെന്ന് കരുതിയത്. രണ്ടാമത്തതും മകൻ്റെ തന്നെ വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഓൺലൈൻ ഉടമ്പടിയിലേക്ക് വരുവാനുണ്ടായിരുന്ന പ്രധാന തടസ്സം അത് ഈ പത്രം കൊടുക്കുന്നതിനെ പറ്റിയുള്ള, കൃപാസനം പത്രം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള അവൻ്റെ ഒരു മനോവിഷമമായിരുന്നു. ഒന്ന്, അത് സ്റ്റാറ്റസ് കുറച്ചുകൊണ്ട് വേണം സ്വയം ഇപ്പോഴുള്ള ഒരു നല്ല യുവത്വത്തിൻ്റെ, നല്ല വിദ്യാഭ്യാസമുള്ളതിൻ്റെ, നല്ല സൽപ്പേരുള്ള, നല്ല മേന്മയുള്ള ഒരു പയ്യൻ ഇങ്ങനെ കൃപാസനം പത്രം കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ എന്ത് കരുതും, അവർ ഈ ട്രോളുകൾ കൊണ്ട് എന്നെ വിലയിരുത്തില്ലേ, അവരോട് ഞാൻ എന്ത് മറുപടി പറയും, അതൊക്കെ ഒരത്ര നല്ല കാര്യങ്ങളാണോ? അവൻ്റെ മനസ്സിൽ അവൻ്റെ സ്റ്റാറ്റസിനെക്കുറിച്ചുള്ള ചിന്തകളാണ് പലപ്പോഴും ഈ ഓൺലൈൻ ഉടമ്പടിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുവാൻ അവനെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തീർത്ഥാടക ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കണം,
നമ്മുടെ സ്റ്റാറ്റസ് ദൈവസന്നിധിയിൽ കുറയ്ക്കുവാൻ തീരുമാനിക്കണം. ഞാൻ ദൈവനാമത്തെയാണ് പ്രഘോഷിക്കുന്നത്, ദൈവാനുഭവത്തെയാണ് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, ഓരോ ദിവസവും ഈ അൾത്താരയിൽ വന്നു നിന്ന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നവർ ഇവിടെ ഒരു മാസം ഏതാണ്ട് 1000 1500 സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഈ സാക്ഷ്യങ്ങളിൽ നിന്നും ഏറ്റവും ഉടമ്പടി പ്രകാരം ജീവിച്ചത് ദൈവനാമത്തെ ലോകത്തിലേക്ക് പ്രഘോഷിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെടേണ്ട കുറച്ച് സാക്ഷ്യങ്ങളാണ് നമ്മുടെ കൃപാസനം പത്രികയിൽ നമ്മൾ ചേർക്കുന്നത്. പ്രത്യേകിച്ച് ആരുടെയും ഫോട്ടോ എടുത്ത് അവരിൽ നിന്നും എഴുതി വാങ്ങിയതൊന്നുമല്ല. ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളാണ് ആ ഉടമ്പടി നമ്മുടെ കൃപാസനം പത്രികയിലേക്ക് ചേർക്കപ്പെടുക. അതുകൊണ്ട് അത് ദൈവപ്രവർത്തനത്തിൻ്റെ മേഖലയാണ്. ദൈവം പരിശുദ്ധ അമ്മ വഴി പ്രവർത്തിച്ചതിൻ്റെ മേഖലകളാണ് ഓരോ സാക്ഷ്യവും ഓരോ വരിയും കൃപാസനം പത്രികയിലുള്ളത്. അതിനെ നമ്മൾ ആദരിക്കുവാൻ, അംഗീകരിക്കുവാൻ മനസ്സുള്ളവരാകണം. മറ്റൊന്നുകൂടി മകൻ്റെ സംസാരത്തിൽ അവൻ പറയുന്നുണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ 2 തവണ കാനഡയ്ക്ക് പോകുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടതുകൊണ്ട് ഇനി വേണോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോഴാണ് ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ വിദേശത്ത് പോകുവാനുള്ള ഒരു പ്രൊസീജിയർ തുടങ്ങുവാൻ ശ്രമിച്ചത്. അവിടെയും ഗൗരവമുള്ളൊരു തടസ്സം അവൻ കാണുന്നുണ്ട്. അവൻ്റെ IELTS-ൻ്റെ എക്സാം എഴുതി അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിരുന്നു. 2 വർഷത്തെ കാലാവധി കഴിഞ്ഞുവെന്നാണ് അവൻ സൂചിപ്പിക്കുക. അതിനെ ഉൾക്കൊള്ളുന്ന ഇടത്ത് ഒരു പ്രവേശനം കിട്ടണം. നമ്മൾ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വഴികൾ ഒരുക്കി തരും. ഒരുപക്ഷെ ഒത്തിരി നിബന്ധനകളും നിർദ്ദേശങ്ങളും ഉള്ള ഒരു സാഹചര്യത്തിൽ പോലും അതിനെയൊക്കെ മായ്ച്ചുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രമുള്ള ചില വഴികൾ ദൈവം നമുക്ക് ഒരുക്കി തരുന്നത് കാണുവാനാവും. മകനത് അടുക്കി ഓരോ കാര്യവും പറയുന്നുണ്ട്. പണത്തിൻ്റെ കാര്യം, അവിടെ അവിടെ പഠനവും ജോലിയും സുരക്ഷിതമാകുന്ന കാര്യം, മകൻ്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളിൽ അമ്മ മാതാവിൻ്റെ കരം പിടിക്കുന്ന കാര്യം, ഓരോന്നും സൂചിപ്പിച്ചുകൊണ്ട് പറയുക. ഉടമ്പടിയോടുള്ള വിശ്വസ്തതയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിന് ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയൊരുക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്നവർ അത് കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ പരിശ്രമിക്കാം. ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്നവർ അത് കൗശലത്തിൻ്റെ ഉടമ്പടിയായി കൊണ്ടു നടക്കുന്നുവെങ്കിൽ പൂർണ്ണമായി തീർത്ഥാടക ഉടമ്പടിയിലേക്ക് മാറുന്നതിന് തീരുമാനിക്കുകയും വേണം. കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യത്തെ ദൈവനാമ മഹത്വത്തിന് അമ്മ മാതാവിന് സമർപ്പിക്കാം. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനീന മിനി ജോബിൻ. ഇതെൻ്റെ അമ്മ മിനി. ഞാൻ മാർച്ച് 8-നാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കുകയായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എക്സാമൊക്കെ ആകാറായപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കണമെന്നോ ഇവിടെ വരണമെന്നൊന്നും ഒരു തോന്നലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ ഉടമ്പടി എടുത്ത് അവിടെ വന്ന് അവരുടെ കൂടത്തിൽ പ്രാർത്ഥനയിലൊക്കെ കൂടുമായിരുന്നു. രാവിലെ 5:30 എണീറ്റ് അവർ പ്രാർത്ഥിക്കുന്ന കൂടത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനും ചെല്ലുമായിരുന്നു. വൈകുന്നേരവും പ്രാർത്ഥനയൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞാൻ ജാനുവരിയിൽ എക്സാമിന് പോയി. പക്ഷേ ആ എക്സാമിന് എനിക്ക് ജർമ്മൻ്റെ B2 എക്സാമിന് 4 മൊഡ്യൂളും ഞാൻ ഫെയിലായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് ഡേറ്റ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് ഒരു ഡേറ്റും കിട്ടുന്നില്ല. എനിക്ക് ഏപ്രിലെങ്കിലും അടുത്തൊരു എക്സാം എഴുതണമെന്ന ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഒരു ഡേറ്റും കിട്ടുന്നില്ല. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു എന്നോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ മാർച്ച് 8-ന് ഞാൻ എൻ്റെ പപ്പയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ അമ്മ ഇവിടെ ഇല്ല, അമ്മ ഇറ്റലിയിലാണ്. അപ്പം ഞാനും എൻ്റെ അപ്പയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ആ സമയത്ത് ഒക്കെ ഏപ്രിലോട്ടുള്ള ഡേറ്റൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏജൻറ്റുമാരോടൊക്കെ ചോദിച്ചിട്ടും അവർ പറഞ്ഞു ഒരു എക്സാമിന് 25,000 രൂപയാണ്. അപ്പോൾ അതുകൂടാതെ ഒരു 15,000 രൂപയും കൂടെ കൊടുത്താലേ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കങ്ങനെ കൊടുക്കാം, അപ്പം ഏപ്രിൽ ഒരു ഡേറ്റ് കിട്ടുവാണെങ്കിൽ നല്ലല്ലേ എക്സാം എഴുതാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അപ്പോൾ അത്രയും രൂപയും കൂടെ കൊടുത്തിട്ട് ഞാൻ എക്സാമിന് പാസ്സായില്ലെങ്കിൽ എനിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അങ്ങനെ പൈസ കൊടുത്ത് എനിക്കൊരു ഡേറ്റ് വേണ്ട. മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാതാവ് ഏപ്രിൽ ഒരു ഡേറ്റ് തരുമെന്ന് എനിക്കൊരു ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് അങ്ങനെ ഡേറ്റ് വേണ്ട, നമുക്ക് അങ്ങനെ എടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്റ്റലിലായിട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഏപ്രിൽ 1-ന് എനിക്ക്
ട്രിവാൻഡ്രത്തിൽ നിന്ന് മെയിൽ വന്നു. എനിക്ക് ഏപ്രിൽ 27 എക്സാമിന് ഡേറ്റ് കിട്ടിയെന്ന് ഏപ്രിൽ 1 എനിക്ക് മെയിൽ വന്നു. ഞാൻ അപ്പം അത് അങ്ങനെയൊന്നും എനിക്ക് സാധാരണ മെയിൽ വരാത്തതാണ്. അപ്പം എനിക്ക് ഇതുവരെയായിട്ട് ഒരു എക്സാമിൻ്റെ ഡേറ്റിന് അങ്ങനെ മെയിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ ആ എക്സാമിന് ഞാൻ പോയി എഴുതി. 27 ആയിരുന്നു. ഞാൻ പോയപ്പം എൻ്റെ ഉടമ്പടിയുടെ കാശുരൂപവും ഉടമ്പടി വസ്തുക്കളൊക്കെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയായിരുന്നു. എക്സാമിന് എനിക്ക് രാവിലെ സ്പീക്കിംഗ് ആയിരുന്നു. അപ്പം രാവിലെ എന്നെ ഏറ്റവും അവസാനമായിരുന്നു വിളിച്ചിരുന്നത് സ്പീക്കിങ്ങിന്. പക്ഷേ ആ സമയത്തൊക്കെ എല്ലാവരും ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോഴും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനായിരുന്നു തോന്നിയത്. അപ്പം ഞാൻ ആ സമയം ഫുള്ള് ഒരു 2-2.5 മണിക്കൂർ ഞാനിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുവാണ്. എനിക്കാണെങ്കിൽ ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും തോന്നുന്നില്ല. ഞാൻ പഠിച്ചതൊന്നും ഓർക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ എക്സാമിന് അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിത്തായാലും എടുത്ത് കുരിശ് വരച്ച് അകത്ത് കയറി. അവരെനിക്കൊരു പേപ്പർ തന്നു, ഇത് ടോപ്പിക്ക് തന്നപ്പം ഞങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ഞങ്ങളോട് പഠിക്കുക നല്ല എളുപ്പമായിട്ടുള്ളത് ഞങ്ങൾക്കൊന്ന് എങ്ങനെ പറയേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ട് തന്നൊരു ടോപ്പിക്കായിരുന്നു എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആദ്യം പഠിച്ച ടോപ്പിക്ക്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം, എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്നൊരു ഉറപ്പ് കിട്ടി. അപ്പോൾ ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോയപ്പോൾ തന്നെ ഞാൻ ആ പേപ്പറിൽ ഉടമ്പടി ഉപ്പ് വിതറിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അതെനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു റീഡിങ്ങും ലിസണിങ്ങും റൈറ്റിങ്ങും. റീഡിങ് ലിസണിങ് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എഴുതാൻ പറ്റി. പക്ഷേ റൈറ്റിംഗ് ആണ് എനിക്ക് ഒന്നും എഴുതാനായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, എനിക്കൊന്നും അങ്ങ് അറിയത്തില്ല അതുപോലെ എനിക്ക് തോന്നി. പക്ഷേ അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ പ്രത്യക്ഷ പ്രാർത്ഥന ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ ചെല്ലുന്നുണ്ട്. അപ്പം എൻ്റെ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്ന പോലെ ഞാൻ ആ എക്സാം എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. പക്ഷെ എന്നാലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എനിക്ക് റൈറ്റിംഗ് കിട്ടത്തില്ല എന്ന്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ അപ്പയുടെ വീട്ടിൽ വന്നിട്ടൊക്കെ പറഞ്ഞു എനിക്ക് പാടായിരുന്നു റൈറ്റിങ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്കും വിശ്വാസമുണ്ട് മാതാവ് ഇത് തരുമെന്ന്. റിസൾട്ട് ഒരു 45 ദിവസം കഴിയാതെ റിസൾട്ട് വരത്തില്ല. പക്ഷേ എൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഉടമ്പടി തന്നെയായിരുന്നു. ജൂൺ 1 റിസൾട്ട് വന്ന് എനിക്ക് ഫുൾ മൊഡ്യൂളും പാസ്സായി കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ എനിക്ക് നല്ല ഒരു കുഴപ്പമില്ലാതെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. വിസയുടെ ഇൻ്റർവ്യൂവിന് ജൂലൈ 19 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 22 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. ആ സമയത്ത് എൻ്റെ കൂടെ മമ്മിയും വന്ന് മമ്മി പുതിയ ഉടമ്പടി എടുക്കുകയും ചെയ്തു. പക്ഷേ ആഗസ്റ്റ് 5 എൻ്റെ പാസ്പോർട്ട് വന്നപ്പം എനിക്ക് വിസ റിജക്റ്റായി. കാരണം അവരെനിക്ക് കോൺട്രാക്റ്റ് വെച്ചിരിക്കുന്ന പൈസ കുറവായിരുന്നു എന്ന് പറഞ്ഞാണ് കാരണം. പക്ഷേ എനിക്ക് അങ്ങനെ കുറവൊന്നുമില്ല, അവർ പറഞ്ഞേക്കാളും പൈസ കൂടുതൽ എനിക്ക് കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏജൻസിക്കാർ പോലും പറഞ്ഞു എൻ്റെ വിസ റിജക്റ്റ് ആകേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് സെപ്റ്റംബർ 1 അവിടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അടുത്ത ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് സെപ്റ്റംബർ 6 അപ്പം ഞങ്ങൾ 6 ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു. ഇവിടെ കൃപാസനത്തിൽ വന്ന് അച്ഛനെ കാണാനായിട്ട് വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ചു. അത് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ഭയങ്കര ഒരു ഉറപ്പ്, എനിക്കൊരു വിശ്വാസം കിട്ടി. ഈ പ്രാവശ്യം കൊടുക്കുമ്പോൾ എന്തായാലും എനിക്ക് കിട്ടും, എന്തായാലും എനിക്ക് ഈ സെപ്റ്റംബറിൽ തന്നെ പോകാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പിൽ ഞാനിവിടെ വന്ന് 6 ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. എനിക്ക് കൃത്യം 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ എൻ്റെ പാസ്പോർട്ട് വന്ന് എനിക്ക് വിസ അടിച്ച് കിട്ടി. ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഹോസ്റ്റലിൽ നിന്നപ്പോഴൊക്കെ മിക്ക ദിവസവും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ഈ 8 നോയമ്പിൻ്റെ സമയത്താണെങ്കിലും എല്ലാ ദിവസവും നോയമ്പെടുത്ത് ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ പത്രം മേടിച്ചു കൊടുക്കും. ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും കൂടെ നടന്ന് ഓരോ വീട്ടിലും പോയി പത്രം ഫുള്ള് കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. പിന്നെ ഈ പേഷ്യൻസിനൊക്കെ പോയി കാണുകയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പോൾ അവരെ പോയി കണ്ട് അവർക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുകയും കുറേ ഡ്രസ്സൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ പള്ളിയിൽ പോകാനും ഈ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുടുംബ പ്രാർത്ഥന കൂടാതെ എനിക്ക് എക്സ്ട്രാ ഒരു കൊന്തയൊക്കെ ചെല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ എനിക്ക് കുറേ മാറ്റമൊക്കെ തന്നു. പിന്നെ ഇതുകൂടാതെ എൻ്റെ മാതാവ് എന്നെ കുറേ അനുഗ്രഹങ്ങളൊക്കെ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത്ര അനുഗ്രഹമൊക്കെ തന്ന മാതാവിന് കോടാനുകൂടി നന്ദി. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം തിരുവചനം.
സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. അനീന മിനി ജോബിൻ എന്ന ഈ മകൾ ഒത്തിരി നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി പരിശുദ്ധമയുടെ സബിതത്തിൽ നിന്ന് ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ ലോകത്തിലേക്ക്, കൂടുതൽ സാമ്പത്തികമായി ഉയരുന്ന സാഹചര്യത്തിലേക്ക് മരിയൻ ഉടമ്പടിയിലൂടെ മകളെ കൈപിടിച്ച് നടത്തുന്നു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രധാന കാര്യം. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം സീരിയസായി ഗൗരവത്തോടുകൂടി ഈ മകൾ ഉടമ്പടി ജീവിച്ചു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഈ സാക്ഷ്യത്തിൻ്റെ ഒരു തലമാണ്. സാക്ഷ്യമെടുത്ത നാൾ മുതൽ പൂർണ്ണമായും അമ്മ മാതാവിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥന, ആ ഉടമ്പടി എടുത്ത ദിവസം ഏതൊക്കെ നിബന്ധനകളാണോ ഉടമ്പടിയിലുള്ളത്, ആ നിബന്ധനകൾ ഓരോന്നും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും സന്തോഷത്തോടെ അനുസരിക്കുകയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ മകൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അനുദിനമുള്ള ദിവ്യബലി പങ്കാളിത്തമാവട്ടെ, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ചൊല്ലലാവട്ടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മയാവട്ടെ, ഉടമ്പടി പത്രം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്തെയും ദൈവസാന്നിധ്യത്തെയും പങ്കുവയ്ക്കുവാനുള്ള തയ്യാറെടുപ്പുകളാവട്ടെ, കുമ്പസാരിച്ചുകൊണ്ട് ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയാവട്ടെ, പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുന്ന രീതിയാവട്ടെ, അത് ഉടമ്പടിയെ ഗൗരവത്തോടു കൂടി എടുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുടെ ആ ക്ലാസ് കൂടുക, വരിയായി വന്ന അമ്മ മാതാവിൻ്റെ നടയിൽ ഉടമ്പടിയിൽ നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുക, തിരികത്തിക്കുക. അതോടുകൂടി ഉടമ്പടി പൂർത്തിയായി എന്ന് കരുതരുത്. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉടമ്പടിയെ കാണുന്നുണ്ട്. ഒരുപക്ഷെ മാസാമാസം വന്ന് പത്രം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നുണ്ടാവാം, തോന്നുമ്പോൾ ധ്യാനം കേൾക്കുന്നുണ്ടാവാം. ഇത് ഒരു പ്രത്യേക പദ്ധതിയാണെന്ന് ജീവിതത്തിൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇതിൻ്റെ നിബന്ധനകളോട് നമ്മൾ പുലർത്തുന്ന കലർപ്പില്ലാത്ത, കറയില്ലാത്ത വിശ്വസ്തതയാണ് ദൈവാനുഗ്രഹം വേഗത്തിൽ ലഭിക്കുന്നതിന് അമ്മ മാതാവ് നമ്മളെ സഹായിക്കുക. അതുകൊണ്ട് ഉടമ്പടിയിൽ കലർപ്പില്ലാതെ ജീവിക്കുവാൻ മകളുടെ സാക്ഷ്യം നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. അനുഗ്രഹം ലഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവരാണെന്ന് പരിഗണിക്കുവാൻ പറ്റണം. നമ്മളെ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമെന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുവാൻ പറ്റണം. അത് നമ്മളെ ഉരച്ചു നോക്കുമ്പോൾ നമ്മൾ വെറുതെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്തു വച്ചിരിക്കുന്നവരല്ല, മറിച്ച് ദൈവാനുഭവം കിട്ടുമ്പോൾ അത് പങ്കുവെക്കുന്നവരായി ജീവിതത്തെ, ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരായി മാറുമെന്ന് ദൈവത്തിന് ഉറപ്പ് ലഭിക്കുമ്പോഴാണ് ജീവിതത്തെ അനുഗ്രഹിക്കുക. അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ അനുഗ്രഹം ലഭിച്ചിട്ട് ദൈവത്തെ മറക്കുന്ന പ്രകൃതമാണ് ജീവിതത്തിലുള്ളതെങ്കിൽ കിട്ടിയ അനുഗ്രഹം പോലും ചിലപ്പോൾ ജീവിതത്തിന് ഭാരമായി തീരും. അതുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരഘോഷത്തോടെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് റീന ജോർജ്. ഞാൻ കൊളത്തുവയൽ ഇടവക, കോഴിക്കോട് ജില്ല. 2019 ഒക്ടോബർ 10 ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്ന ഉടമ്പടി എടുക്കുന്നത്. അന്ന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനയുണ്ടായിരുന്നു. അച്ഛന് പറഞ്ഞു രോഗികളെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 13 വർഷമായി ഞാൻ വീണിട്ട് എൻ്റെ നടുവിന് ഭയങ്കരമായ വേദനയും കനമുള്ള ഒരു സാധനവും എനിക്ക് എടുക്കത്തില്ലായിരുന്നു. ഒരു ബക്കറ്റ് വെള്ളമോ ഒരു ചെടിച്ചട്ടി ഒന്നും പൊക്കാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് ആരാധന കൂടി, നിയോഗം ഞാൻ വെച്ചില്ല, അത് മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. വീട്ടിൽ ചെന്ന് ഞാൻ ബൈ ചാൻസിൽ പെട്ടെന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തു. പെട്ടെന്ന് എനിക്കൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ നടുവിനൊരു പിടുത്തം പോലെയായിരുന്നു. പിന്നെ ഞാൻ ഒരു ചെടിച്ചട്ടി ഒന്ന് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ
13 വർഷമായി എൻ്റെ നടുവിൻ്റെ ഡിസ്ക് ഒരു തെന്നി മാറി പോലെയാണ് ഇരുന്നത്. അത് ഒത്തിരി ചികിത്സിച്ചു, പക്ഷേ എപ്പോഴും എനിക്ക് വേദനയായിരുന്നു. അധികം നടക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. 5 വർഷമായി ഇന്ന് എനിക്ക് ഒരു കുഴപ്പവുമില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. 6 നിയോഗമാണ് ഞാൻ വെച്ചത്. അതിൽ 5ഉം എനിക്ക് സാധിച്ചു തന്നു പരിശുദ്ധ അമ്മ ഈശോ വഴി. 30 വർഷമായിട്ട് ഞങ്ങൾക്ക് കിണറില്ലായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുത്തിരുന്നത്. പിന്നെ 20 കോല് താന്ന ഒരു കിണർ ഞങ്ങൾ കുത്തി, പക്ഷേ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. വീണ്ടും ഞങ്ങൾ പരിശ്രമിച്ചു, പറ്റിയില്ല. ഞങ്ങളിവിടെ വന്ന് നിയോഗം വെച്ചു, പ്രാർത്ഥിച്ചു. ഇനി ഒരു കിണർ കുത്താനുള്ള സാമ്പത്തികവും ഇല്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് 5:30 എണീറ്റ് പ്രാർത്ഥിച്ച ശേഷം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ പറയുന്ന പോലെ എനിക്ക് തോന്നി, ഈ റോഡിൻ്റെ താഴെ ഇന്ന സ്ഥലത്ത് നീ കിണർ കുഴിക്ക്, സാമ്പത്തികമൊന്നും നിനക്ക് വരില്ല എന്ന് ഞാനത് ഭർത്താവിനോട് പറഞ്ഞു. ഞങ്ങൾ 2 പേരും അമ്മ പറഞ്ഞു തന്ന സ്ഥലത്ത് പോയി നോക്കി. ഞങ്ങളെല്ലാവരും പിന്നെ വീട്ടിൽ സ്ഥിരമായിട്ട് പണിക്ക് വരുന്നൊരു ചേട്ടനും വന്ന് നോക്കി. വേറെ ആരും ഇല്ലാതെ തന്നെ ഞങ്ങൾ ആ കിണർ കുഴിച്ചു. 6 കോല് താന്ന് ഇഷ്ടം പോലെ വെള്ളം, ഇന്നും ഇഷ്ടം പോലെ വെള്ളം. എൻ്റെ മോൻ പറയും ഈ കിണർ മാതാവ് തന്നതാണെന്ന്. അടുത്തതായിട്ട് ഞാൻ നിയോഗം വെച്ചത് 60 വർഷമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ഒരു റോഡ്, പക്ഷേ ഒരിക്കലും അതൊരു ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്ത് തരാതെ ഒരു തടസ്സമായി കിടക്കുമായിരുന്നു. പഞ്ചായത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, മഴക്കാലമായാൽ കയറ്റമായതുകൊണ്ട് വണ്ടി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു രോഗികളെയൊക്കെ കൊണ്ടുപോകാൻ വളരെ വിഷമമായിരുന്നു. അത് ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ചു. ഒക്ടോബറിൽ ഞാൻ നിയോഗം വെച്ചു. ഡിസംബർ ആയപ്പോഴത്തേക്ക് അതിൻ്റെ പണി പൂർത്തിയായി. മറ്റൊന്ന്, എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ 80% ബ്ലോക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ കാശുരവും തേനും കൊടുത്തു വിട്ടു, ഉടമ്പടി തൈലവും കൊടുത്തു വിട്ടു. അവരത് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. വൈകുന്നേരം തൊട്ട് നേരം വെളുക്കും വരെയും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്ന് നോക്കുമ്പോൾ 80% എന്ന് പറഞ്ഞത് 40% ബ്ലോക്കുള്ളൂ, മരുന്ന് കൊണ്ട് മാറിക്കോളും, ഒരു മിറക്കിൾ സംഭവിച്ചു എന്ന് പറയുന്നു. പരിശുദ്ധ അമ്മയുടെ അത്ഭുതം കൊണ്ട് മാത്രമാണ് സൗഖ്യപ്പെട്ടത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോഴും ചേട്ടന് ഒരു കുഴപ്പവുമില്ലാതെ നടക്കുന്നു. ഉടമ്പടി എനിക്കെന്നും ഒരു സംരക്ഷണമായിരുന്നു. കൊറോണ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ 5 പേരിൽ 4 പേർക്കും കൊറോണ വന്നു. ചാച്ചന് 95 വയസ്സുള്ള ചാച്ചൻ, ബാക്കി പിള്ളേർക്കും ഭർത്താവിനും. പക്ഷേ ഇവരെയെല്ലാം ഞാൻ നോക്കി സംരക്ഷിച്ചു. ചാച്ചനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചാച്ചന് കൊറോണയിൽ നിന്ന് മുക്തമാകണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം 95 വയസ്സ് വരെയും ജീവിച്ച ചാച്ചൻ ഒരിക്കലും ഒരു കൊറോണ സമയത്ത് മരിച്ചു പോകാൻ പാടില്ല. പരിശുദ്ധ അമ്മ അത്ഭുതമായി ചാച്ചനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതോടൊപ്പം എനിക്ക് ഏത് രോഗവും വരുന്ന ഒരാളാണ്, പെട്ടെന്ന് അസുഖം വരും, പക്ഷേ കൊറോണ എന്നെ ബാധിച്ചില്ല, എനിക്ക് കൊറോണ പിടിച്ചുമില്ല. അത് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയും, അമ്മ, ഞാൻ ഉടമ്പടി എടുത്തതിൽ അമ്മ എന്നെ സംരക്ഷിച്ചതാണ് എന്ന്. പിന്നെ ആ സമയത്ത് തന്നെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അന്നേരം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പറമ്പിൽ നിന്ന് പൊക്കത്തിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൽ നിന്നൊരു ചക്ക എൻ്റെ ഷോൾഡറിലേക്ക് വീണു. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ നടുവൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് ഷോൾഡറിൽ ചക്ക വീണു. ഞാൻ ഒത്തിരി വിഷമിച്ചു. ആശുപത്രിയിൽ അന്ന് അധികം പോകാൻ പറ്റിയല്ല, കൊറോണ സമയമാണ്. എന്നാലും അടുത്തുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കി, കുഴപ്പമില്ല, എന്നാലും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മയോട് ഒത്തിരി പരാതി പറഞ്ഞു. കാരണം അമ്മ എന്നെ സൗഖ്യപ്പെടുത്തിയിട്ട് വീണ്ടും എനിക്ക് ഷോൾഡറിന് വേദന തന്നല്ലോ എന്ന്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഒരു അത്ഭുതമായ ഒരു ന്യൂസ് ഞാൻ വായിക്കുകയാണ്, പരിയാരം മെഡിക്കൽ കോളേജിൽ അന്നേ ദിവസം ചക്ക വീണ ഒരാൾ മരിച്ചു എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ സംരക്ഷിച്ചു. പിന്നീട് ശേഷം കൊണ്ടുപോയി ടെസ്റ്റുകളെല്ലാം നടത്തി. പക്ഷേ ഒരു കുഴപ്പമില്ല. ഒരു 5-6 കിലോ ഭാരമുള്ളൊരു ചക്ക വീണ അത് ഡോക്ടറിന് വിശ്വസിക്കാനാകുന്നില്ല. ചതവല്ലാതെ എൻ്റെ ഷോൾഡറിനോ കഴുത്തിനോ ഒന്നും ഒരു പോറൽ പോലും സംഭവിച്ചില്ല. എൻ്റെ അനിയത്തിക്ക് ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ ടെസ്റ്റ് 5 പ്രാവശ്യം എഴുതി. അവൾ 5 പ്രാവശ്യവും പരാജയപ്പെട്ടതിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു,
ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ നിനക്ക് വേണ്ടി നീ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു. 6ാം പ്രാവശ്യം അവളത് പാസ്സായി. എൻ്റെ മോള് ഹൈസ്കൂളിൽ പോയിട്ട് പഠിക്കുമ്പോൾ അവൾക്ക് മാത്സ് വിഷമമായിരുന്നു. ഓണപ്പരീക്ഷയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് ഒക്ടോബർ ഉടമ്പടി വെച്ചപ്പോൾ മോൾക്ക് നല്ല ഫുൾ A+ കിട്ടാനും മാത്സിന് നല്ല മാർക്ക് കിട്ടാനും പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അതിൻ്റെ ഫലമായി SLCക്ക് ഫുൾ A+ഉം മാത്സിന് ഫുൾ മാർക്കും +2നും അങ്ങനെ തന്നെ ലഭിക്കുകയുണ്ടായി. +2ൻ്റെ റിസൾട്ട് വന്നപ്പോൾ മോൾ ഇവിടെ വന്നിട്ടാണ് ഉടമ്പടി എടുപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ റിസൾട്ട് തുറന്നു നോക്കിയത്. പിന്നീട് മുന്നോട്ട് അമ്മയെ അവളെ ഞാൻ ഏൽപ്പിച്ചു. ജർമ്മൻ ഭാഷ ബാക്കിയുള്ള കാര്യം അവൾ പറയും. 2022 ജൂൺ 21 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ നന്മകൾക്ക് നന്ദി പറയുവാനും ഉടമ്പടി എടുക്കാനുമായിട്ടാണ് വന്നത്. അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തന്നു. +2ന് നല്ല ശതമാനം മാർക്കോട് ജയിപ്പിച്ചു. പിന്നീട് എനിക്ക് 10ാം ക്ലാസ് മുതൽ ജർമ്മൻ ഭാഷ പഠിക്കാനും ജർമ്മനിക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകാനായിരുന്നു ആഗ്രഹം. പക്ഷേ എവിടെ പഠിക്കണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ അതിനുള്ള സാമ്പത്തികമോ ഒന്നും അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിന്നീട് എനിക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റി. B1 B2 ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് വളരെ ടഫായിരുന്നു പഠിക്കാൻ. എങ്കിലും എൻ്റെ റൂംമേറ്റ്സും ഞാനും പ്രതിഷീകരണ പ്രാർത്ഥനയും ധ്യാനവും എല്ലാം ഒരുമിച്ച് കൂടുകയും ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അങ്ങനെ B2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജർമ്മൻ പഠിക്കുന്നവർക്കറിയാം നല്ല പാടാണ് എക്സാമിന് ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ B2 കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എക്സാമിന് നല്ലൊരു സെൻറ്ററിൽ ഡേറ്റ് കിട്ടി. ഞങ്ങൾ 15 പേര് ഏജൻസിക്ക് എക്സാമിന് ഡേറ്റ് എടുക്കാൻ കൊടുത്തതിൽ എനിക്ക് മാത്രം ഡേറ്റ് കിട്ടി. ആ ഒരാൾ ഞാൻ മാത്രമായിരുന്നു അതിൽ ഉടമ്പടി എടുത്തിരുന്നത്. അത് എൻ്റെ ഫ്രണ്ട്സിനും ഭയങ്കര ഒരു വിശ്വാസത്തിലേക്ക് വന്നു. എക്സാമിൻ്റെ സമയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പനിയായിരുന്നു 2 ദിവസമായിട്ട്. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ 2 മൊഡ്യൂളെങ്കിലും വളരെ പാടുള്ള 2 മൊഡ്യൂളെങ്കിലും എനിക്ക് പാസ്സാക്കി തരണം. അങ്ങനെ ഞാൻ വിചാരിച്ച 2 മൊഡ്യൂൾ എനിക്ക് പാസ്സാകാൻ പറ്റി. പിന്നീട് എക്സാം ഡേറ്റ് കിട്ടാൻ വളരെ പാടായിരുന്നു ബാക്കി 2 മൊഡ്യൂൾസിനും. അങ്ങനെ ഞാൻ ഉപവാസം എടുക്കാൻ തുടങ്ങി, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നോമ്പിലായിരുന്നു. അങ്ങനെ പൂനെയിൽ എനിക്ക് ഒരു മൊഡ്യൂളിൻ്റെ ഡേറ്റ് കിട്ടി. അവിടുന്ന് നല്ല മാർക്കോടുകൂടെ ആ മൊഡ്യൂളിനെ ക്ലിയറായി. പിന്നീട് ഒരു മൊഡ്യൂളും കൂടി ഉണ്ട്. അത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഏജൻസിക്ക് ഇനി ഫീസ് കൊടുക്കാനില്ല ഏജൻറ്റുമാർക്കും, അതുകൊണ്ട് അമ്മ എനിക്ക് സെൽഫായിട്ട് ഡേറ്റ് എടുത്ത് തരണമെന്ന്. അങ്ങനെ ഒരു ദിവസം രാവിലെ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ ഒരാൾ പറയുക, ഇന്ന് ദിവസം ഇന്നൊരു സെൻറ്ററിൽ ഡേറ്റ് ഉണ്ട്, നീ നോക്കണം, സെൽഫായിട്ട് നോക്കണമെന്ന്. അങ്ങനെ അന്ന് ഞാൻ രാവിലെ എക്സാമിന് ഡേറ്റ് നോക്കി. അത്ഭുതം എന്ന് പറയട്ടെ, അത്രയും ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്സാമിന് ഡേറ്റ് കിട്ടാൻ, പ്രത്യേകിച്ച് ചെന്നൈ പോലെയുള്ള സെൻറ്ററിൽ. അങ്ങനെ എനിക്ക് ചെന്നൈയിൽ സെൻറ്ററിൽ ഡേറ്റ് കിട്ടി. ഞാൻ ആ മൊഡ്യൂളും അവിടുന്ന് പാസ്സാവുകയും ചെയ്തു. ഞാൻ ഈ എക്സാമിന് പോകുമ്പോഴൊക്കെ ഓരോരോ സംസ്ഥാനത്തെ അതാത് ഭാഷയിലുള്ള പത്രം മേടിച്ചു കൊണ്ടുപോയിരുന്നു. ചെന്നൈയിൽ പോയപ്പോഴും പൂനെയിൽ പോയപ്പോഴും ഞാൻ ഹിന്ദി തമിഴ് പത്രങ്ങളെല്ലാം മേടിച്ചു കൊണ്ടുപോയിട്ട് എക്സാമിന് മുന്നേ തന്നെ ഞാൻ അവിടെ കൊടുത്ത് തീർക്കുമായിരുന്നു. അതുപോലെ തന്നെ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ അവിടെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ കാശ് രൂപം ഞാൻ എവിടെ പോയാലും പരിശുദ്ധ അമ്മയുടെ ഈ കാശ് രൂപം കൊണ്ടുപോകായിരുന്നു. അതായിരുന്നു എൻ്റെ ശക്തി. അങ്ങനെ ഉപ്പിട്ട് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിന്, പ്രത്യേകിച്ച് ജർമ്മനൊക്കെ പഠിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് പരിശുദ്ധ അമ്മയെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട്, സാക്ഷ്യം വരെ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഞങ്ങൾക്ക് വീട്ടിലൊരു 5 വർഷത്തോളമായി. പപ്പയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ലേണേഴ്സ് വരെ എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സമായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് ഈ നിയോഗം എല്ലാവർക്കും ലൈസൻസ് എടുക്കാൻ പറ്റി.
അതുപോലെ എൻ്റെ 2 ഫ്രണ്ട്സിന് ജർമ്മൻ ഭാഷ എക്സാം ഭയങ്കര പാസ്സാവാൻ 7-8 പ്രാവശ്യം എഴുതി, എന്നിട്ടും പാസ്സാവുന്നില്ലായിരുന്നു. ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു, അവർ എക്സാം പാസ്സായി. അതുപോലെ തന്നെ 2 ഫ്രണ്ട്സിന് ജർമ്മനിക്ക് പോകാനുള്ള പ്രോസസ്സിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവരും ജർമ്മനിക്ക് പോയി. അതുപോലെ തന്നെ എനിക്ക് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരുപാട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിൽ പ്രോസസ്സിങ്ങിന് കൊടുത്തു, അത് റെഡിയായില്ല. പല ഏജൻസികൾക്ക് നോക്കി, സെൽഫായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഒരു 7-8 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂസൊക്കെ നല്ല ഇൻ്റർവ്യൂസ് എല്ലാം പാസ്സാവുന്നുണ്ടെങ്കിലും അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോഴും പിന്നെ എംപ്ലോയറിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പം ഭയങ്കര തടസ്സങ്ങളായിരുന്നു. ഒന്നും അങ്ങ് ശരിയാവുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, ഇനിയൊരു സ്റ്റേറ്റിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ 2 സീറ്റുണ്ട്, നീ അപ്ലൈ ചെയ്യുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അപ്ലൈ ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, അവർക്ക് ഇൻ്റർവ്യൂവിൽ ഒന്നും ചോദിച്ചില്ല, ഒന്നും ചോദിക്കാണ്ട് തന്നെ അവർ ഞങ്ങളെ ഇൻ്റർവ്യൂവിൽ 2 പേരെയും പാസ്സാക്കി. അങ്ങനെ കോൺട്രാക്റ്റ് ആണെങ്കിലും വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനാണെങ്കിലും എല്ലാം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് സെപ്റ്റംബർ 5-ന് വിസ കിട്ടി. ഞാൻ ഈ തിങ്കളാഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധാമ്മയ്ക്ക് നന്ദി. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ, പത്രവിതരണം ഒരിക്കലും മുടക്കിയിട്ടില്ല. പ്രത്യേകിച്ച് അക്രൈസ്തവർ കൂടുതലായിട്ടുള്ള ടൗണുകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിൽ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. മറ്റ് സാമ്പത്തികമായിട്ട് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങളൊരു ജർമ്മൻ പഠിക്കുന്ന പിള്ളേരൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എക്സാമിന് ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ പ്രത്യേകിച്ചും ഉടമ്പടി എടുക്കാനും ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ധ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കൂടുതലായിട്ട് പ്രാർത്ഥനയിലൂടെ നയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ജനുവരിയിൽ തുടങ്ങിയ ഗ്രൂപ്പാണ്. ഇന്ന് വരെ ഒരു കൊന്ത പോലും അവിടെ ആ ഗ്രൂപ്പിൽ മുടക്കിയിട്ടില്ല. ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും. അതുപോലെ തന്നെ വിസ വന്നിട്ടും എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു ഒരു ഒരു മുന്നോട്ടൊരു ധാരണയില്ലായിരുന്നു, പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടാണെങ്കിലും. അങ്ങനെ ഞങ്ങളൊരു പള്ളിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ. അങ്ങനെ അത് ഞാൻ ഏറ്റെടുത്ത് നടത്തുകയും പരിശുദ്ധ അമ്മയെ എനിക്കൊരു സമ്മാനമായിട്ട് അച്ഛൻ തരികയും ചെയ്തു. അതോടെ എനിക്കൊരു പരിശുദ്ധ അമ്മയെ പിന്നെയും കിട്ടിയതിൽ എനിക്കൊരു വലിയൊരു ബോധ്യമായിരുന്നു. അതുപോലെ തന്നെ ഈ 2 വർഷം ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോൾ അങ്ങനെ എനിക്ക് മാതാവിനെ വഹിച്ചുകൊണ്ട് പോകണമെന്ന്. ഇന്ന് എനിക്കത് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഞാനും എൻ്റെ കുടുംബവും എന്നും അമ്മയോട് കടപ്പെട്ടിരിക്കും. ഉടമ്പടിയിൽ നമ്മൾ നിയോഗം വഹിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത വിഷയങ്ങളാണ്. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ വലിയ കാര്യങ്ങളാണ് ദൈവം ഇവർക്കായി ചെയ്തിരിക്കുന്നത്. വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സ്ഥലമൊക്കെ നോക്കി 20 കോലോളം താഴ്ത്തിയിട്ടും കിട്ടാത്തത് പിന്നീട് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത് ആ സ്ഥലത്ത് താഴ്ത്തുമ്പോൾ 6 കോല് താഴ്ത്തുമ്പോൾ തന്നെ അവർക്ക് വെള്ളം കിട്ടുകയാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഇവർക്ക്. വ്യക്തിപരമായിട്ട് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ 60 വർഷമായിട്ട് ഇവരുടെ വീട്ടിലേക്കുള്ള റോഡ് അതൊരു കുന്നാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ടാർ ചെയ്ത് കൊടുക്കാത്തത്. എന്നാൽ ഉടമ്പടി എടുത്തപ്പോൾ സംഭവിക്കുന്നത് 3 മാസം കൊണ്ട് അത് ടാർ പണിയൊക്കെ നടക്കുകയാണ്. ഉടമ്പടി കാലഘട്ടം 90 ദിവസമാണ്. ആ ഉടമ്പടി കാലഘട്ടത്തിനുള്ളിൽ തന്നെ ദൈവം ചെയ്തു കൊടുക്കുകയാണ്. അതേപോലെ 13 വർഷമായിട്ടുള്ള നടുവേദന, മരുന്ന് പുരട്ടിയിട്ടൊന്നും മാറാതിരുന്നത് ഈ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുകയും ആ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വേദന പൂർണ്ണമായിട്ട് മാറുകയാണ്. ഇപ്പോൾ മരുന്നൊന്നും ഉപയോഗിക്കേണ്ടാത്ത അത്ര രീതിയിൽ സൗഖ്യം കൊടുത്തിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും സ്തുതി. എൻ്റെ പേര് ശാന്തിനി അനുരാഗ. ഞാൻ എറണാകുളം ജില്ലയിലെ കടയിരുപ്പ് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്.
എനിക്ക് വിവാഹം കഴിഞ്ഞ് 12 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. ഞാൻ 2023 ജനുവരി 15 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ എനിക്ക് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. 2011 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രഗ്നൻ്റ് ആയിരുന്നില്ല. 7ാമത് മാസം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് പ്രഗ്നൻ്റ് ആയത്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നീട് അത് ട്യൂബുലാർ പ്രഗ്നൻസി ആണെന്ന് സ്ഥിരീകരിക്കുകയും ആ ട്യൂബോട് കൂടി ആ കുഞ്ഞിനെ റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരികയും ചെയ്തു. അതിനുശേഷം മാസങ്ങളോളം ധാരാളം ഹോസ്പിറ്റലുകളായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയും ഒക്കെ വർഷങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടും ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് പിറന്നില്ല. കുഞ്ഞുങ്ങളില്ലാതെ വളരെയധികം മാനസിക വിഷമത്തിലായിരുന്നു. അതിനുശേഷം ഒരു 2019 ആയപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലെ ഒരു ചേച്ചി എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും അവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ നൽകുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 2019 ഒരു ആഗസ്റ്റ് മാസമൊക്കെ ആയപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരികയും, പക്ഷേ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്ക് അന്ന് ഉടമ്പടി ഇവിടുന്ന് ലഭ്യമാകാത്ത ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു പ്രാർത്ഥിച്ച ശേഷം. പിന്നീട് 2021 ആയപ്പോൾ എനിക്ക് തൈറോയിഡിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കുകയും അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതോടുകൂടി എൻ്റെ എല്ലാവിധ പ്രതീക്ഷകളും അവസാനിക്കുകയും ചെയ്തു. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നിട്ടും ഡയബറ്റിക് പേഷ്യൻ്റാണ് ഓൾറെഡി ഞാൻ. ഇനി എനിക്കൊരു കുഞ്ഞ് ഉണ്ടാവുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ അതോടുകൂടി എല്ലാവിധ കുഞ്ഞിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകളും അവസാനിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ലാലി എന്ന ചേച്ചി എന്നോട് ഒക്ടോബർ മാസം 2022 ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഒരു കുഞ്ഞിനെ തരാൻ മാതാവ് എന്നെ വിളിക്കുന്നുണ്ടെന്നും അത് ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് തീർച്ചയായും ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്നും പറയുകയും ചെയ്തു. എന്നാൽ ആ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നതുകൊണ്ട് ഞാൻ അലസമായി ആ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ഡിസംബറിൽ വന്ന് ഉടമ്പടി എടുത്തോളാം, അന്നേരം എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒക്ടോബറിലാണ് ചേച്ചി ഇത് പറയുന്നത്. അടുത്ത മാസം തന്നെ നവംബറിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് 11 വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നൻ്റ് ആവുകയും, പ്രഗ്നൻ്റ് ആയ ഉടനെ തന്നെ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് സമീപിക്കുകയും ചെയ്തു. എനിക്ക് ഹൈലി ഡയബറ്റിക് ആയതുകൊണ്ട് ഡോക്ടർ അപ്പോൾ തന്നെ എന്നെ അഡ്മിറ്റ് ആക്കുകയും ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പല രീതിയിൽ ഇൻസുലിൻ വേരിയേഷൻ ചെയ്തിട്ടും എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാവുകയോ വളർച്ചയില്ല എന്ന് പറഞ്ഞ് ഒരു 1.5 മാസമായപ്പോഴത്തേക്കും അതിനെ അബോർഷൻ ചെയ്യേണ്ടി വരികയും ചെയ്തു. ആ അബോർഷൻ ചെയ്തതിൽ പിന്നെ എനിക്ക് കടുത്ത മാനസിക വിഷമമായി. കാരണം ആ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഉടമ്പടി എടുക്കാം, കുഞ്ഞിനെ രക്ഷിക്കാമെന്ന്. എന്നിട്ട് ഞാനത് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ ആ കുഞ്ഞും നഷ്ടപ്പെട്ടതെന്ന് എന്ന് ഒരു ബോധം ഉള്ളിൽ തോന്നിയിട്ട് ആശുപത്രിയിൽ വെച്ച് തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും എന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 2013 ജനുവരി 15 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത ശേഷം മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ മുൻപോട്ട് പോയി. അത് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു. ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നതിന് ശേഷം അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് അച്ഛൻ പറഞ്ഞു. അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു വിശ്വാസം ജനിപ്പിച്ചു. അങ്ങനെ ആ പ്രാവശ്യം വന്ന് ഉടമ്പടി പുതുക്കി പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അടുത്ത പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്നത് എനിക്ക് ഒരു ശുഭവാർത്തയുമായിട്ടായിരിക്കണേ എന്ന്. എൻ്റെ മാതാവ് എന്നെ കൈവെടിയരുതെന്ന്. അങ്ങനെ അടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ഡോക്ടർ റെസ്റ്റ് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനാൽ യൂട്യൂബിൽ ധ്യാനം കൂടുകയും മുടങ്ങാതെ പ്രാർത്ഥനയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു. 13ാമത്തെ ആഴ്ചയായപ്പോൾ ഒരു സ്കാനിങ് പറഞ്ഞു. സ്കാനിങ്ങിൽ കൊച്ചിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്നും ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ അല്ല കാണാൻ സാധിച്ചത്. ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം സാധ്യത ഉണ്ട് എന്നും അതിനാൽ പ്ലാസൻ്റയിൽ നിന്ന് ബ്ലഡ് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു. അതോടുകൂട്ടി കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് തകർന്നു പോയി. കാരണം ഇത്രയും വർഷങ്ങൾ കാത്തിരുന്ന ശേഷമാണ് ഒരു കുഞ്ഞ് കിട്ടുന്നത്. അതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ അബോർഷൻ ചെയ്യില്ല. കാരണം ഇത് മാതാവ് തന്ന കുഞ്ഞാണ്. മാതാവ് ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ അത് മാതാവ് നോക്കിക്കൊള്ളും. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഭയങ്കര മനോവിഷമത്തിലാണ് പോകുന്നത്. എന്നാലും മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കുഞ്ഞിന് നമ്മൾ ടെസ്റ്റൊന്നും ചെയ്യാൻ നോക്കണ്ട, നിങ്ങൾക്ക് വേറെ കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ, ദൈവം നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും
ടെസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ മുന്നോട്ട് പോയി. അടുത്ത സ്കാനിങ്ങിലൊക്കെ കുഞ്ഞിന് വേറെ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല, ക്രോമസോമലായിട്ട് അറിയാൻ പറ്റില്ല, അല്ലാതെ വേറെ ഫിസിക്കലി അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും ഓരോ ദിവസവും പ്രാർത്ഥിച്ച് തന്നെ കഴിച്ചു കൂട്ടുകയും ചെയ്തു. അതിനുശേഷം ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ കരുതി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോവാറ്. അങ്ങനെ മാർച്ച് 15 2024 എനിക്ക് ഒരു മിടുക്കനായ ആൺകുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒരുപാട് പേര് എന്നെ പരിഹസിച്ചിരുന്നു ഞാനിങ്ങനെ വരുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരുന്നതാണോ ദൈവം എന്ന് ചോദിച്ചു. ചോദിക്കുന്നത് തരാനല്ല, അറിഞ്ഞു തരുന്നതാണ് ദൈവം. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അങ്ങനെയുള്ളവർക്ക് ഇവിടെ പറയാൻ എനിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. എനിക്ക് പറയണ്ട അവരോട്, എനിക്ക് കാണിക്കാം എൻ്റെ വിശ്വാസത്തിൻ്റെ ഫലമാണ് എൻ്റെ കുഞ്ഞെന്നുള്ളത്. പിന്നീട് എൻ്റെ കുടുംബജീവിതത്തിൽ രണ്ടാമത്തെ ഒരു നിയോഗം വെച്ചത്, എൻ്റെ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിവാഹശേഷം 1 വർഷം ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചു. അതിനുശേഷം പലതരത്തിലുള്ള മാനസികമായ ഒരു സന്തോഷമോ സമാധാനമോ ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായി. എൻ്റെ കുഞ്ഞ് പിറന്നതിന് ശേഷമാണ് എനിക്ക് സന്തോഷം ഉണ്ടായത്. ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ ഇപ്പോൾ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള എൻ്റെ നിയോഗങ്ങളും മാതാവ് നടത്തിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇപ്പോൾ കിട്ടിയ പത്രം, കൃപാസന പത്രം ഞാൻ പലർക്കും, രോഗികളായിട്ടുള്ളവരുടെ അടുത്താണ് സാധാരണ ഞാനത് കൂടുതലും കൊടുക്കാറ്. അതുപോലെ കുട്ടികളില്ലാത്തവരുടെ അടുത്ത്, കാരണം അവർ അത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയും എന്നാൽ കഴിയുന്ന പോലെ ഞാൻ വൃദ്ധസദനങ്ങളിലും അനാഥരായ പിള്ളേരുള്ളവർക്കും എന്നാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്തു. പരിശുദ്ധ മാതാവിനും തിരുകുമാരനും 1000 നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ശാന്തിനി എന്ന സഹോദരിയും കുടുംബവുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. വിവാഹത്തിന് ശേഷം 12 വർഷത്തിന് ശേഷമാണ് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. എല്ലാവിധ തടസ്സങ്ങളിലും വേദനകളിലും അവർ പരിശുദ്ധ അമ്മയിൽ അഭയം കണ്ടെത്തുകയും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവികമായിട്ടുള്ള കൃപയും ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഇടയായി. പരിശുദ്ധ അമ്മ ജീവിതത്തിൽ അനുഭവം കൊടുത്തുകൊണ്ട് വിശ്വാസത്തിൽ വളരുവാനായിട്ട് ഈ കുടുംബത്തെ സഹായിച്ചു. പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ ഈ വലിയ ദാനത്തിനും കൃപയ്ക്കും നമുക്ക് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നന്ദി പറയാം. ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ